ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരുപാട് പേർക്ക് അതിന്റെ രണ്ടിന്റെയും വ്യത്യാസം തിരിച്ചറിയില്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ ചില വ്യത്യാസങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ ലളിതാ സഹസ്രനാമം, സൗന്ദര്യ ലഹരി, ദേവി മഹാത്മ്യം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് സാധന എന്താണ്, ഭക്തി എന്താണെന്ന് അറിയാൻ സാധിക്കുള്ളൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഭക്തിയും സാധനയും എന്നതിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം, എന്താണ് ഭക്തി, എന്താണ് സാധന. സംസാര ആമയ തപ്താനാം ഭിഷജം ഭക്തിരേവ സാധ്യതേ അനയ ഇതി സാധന. ഇങ്ങനെയാണ് ഭക്തിയെയും സാധനയും നമ്മൾ ഒരു ഡെഫിനിഷൻ പറയുന്നത്. എന്തിനെ കൊണ്ടാണോ സാധിക്കുന്നത് അത് സാധന. ഒരു സ്റ്റേജില് ഒരു കസേരയിൽ കയറി ഇരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്ന് വെക്കൂ. അവിടെ നമ്മൾ നടന്ന് കയറുക എന്ന് പറയുന്ന ആ ഒരു കർമ്മം നമുക്കത് സാധനയാണ്, അല്ലെ? ലക്ഷ്യസ്ഥാനം ഉറപ്പിച്ചാല് അവിടേക്ക് എത്തിച്ചേരുന്നതിനെയാണ് നമ്മൾ സാധന എന്ന് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിലെ സാധന എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ജപം, ധ്യാനം, സ്വാധ്യായം തുടങ്ങിയവയാണെന്ന്. അതും സാധനയുടെ ഒരു ഭാഗമാണ്, അല്ല എന്ന് പറയണില്ല. ഒരു സാധ്യത്തെ നമ്മൾ എന്തിലൂടെയാണോ സാധിക്കുന്നത് ഇത് സാധന. അപ്പോൾ സാധ്യത്തിന്റെ ലക്ഷ്യത്തിനനുസരിച്ച് സാധന മാറും. അപ്പൊ എന്താണ് സാധ്യം? അപ്പൊ അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ, ലക്ഷ്യമില്ലെങ്കിൽ ജീവിതം വെറും വ്യർത്ഥമായ ഒരു അലച്ചിലായിട്ട് നമുക്ക് തോന്നും. ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമമായിട്ട് ചിട്ടപ്പെടുത്തി അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സാധനയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം ചിന്തിക്കേണ്ടത് സാധ്യം എന്തെന്നുള്ളതിനെ കുറിച്ചാണ്. ഓരോരുത്തരുടെയും ലക്ഷ്യം വ്യത്യസ്തമാണ്. ഒരു വ്യക്തിയുടെ ചെറുപ്പകാലത്തുള്ള ലക്ഷ്യമല്ല വലുതാകുമ്പോൾ. അപ്പോ കാലത്തിന് വിഷയമായിട്ടാണ് ലക്ഷ്യത്തിന് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ ദൃശ്യങ്ങളുടെ ആകർഷണത്തിൽപ്പെട്ട് നമുക്ക് പലതിനോടും ആകർഷണം തോന്നി. അത് നേടുന്നതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് ലക്ഷ്യം നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കരുതുന്നതും, അല്ലെ? പക്ഷെ കാലക്രമേണ ജീവിത ലക്ഷ്യം നമുക്ക് മാറാം. നമുക്ക് സ്വർഗം, വൈകുണ്ഠം, കൈലാസം തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് എന്ന് തോന്നിപ്പോയേക്കാം. കാരണം കർമ്മങ്ങൾ ചെയ്യുന്ന എന്തിനാണ്? നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ നേടിയെടുക്കാനാണെന്ന് തോന്നും. എന്നാൽ സ്വർഗം എന്നതും കർമ്മങ്ങളെ കൊണ്ട് നേടേണ്ടതാണ്. അപ്പോ ഈ ലോകം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് ലോക്യതേ, അതായത് കാണപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ ലോകം എന്ന് പറയുന്നത്. ഇപ്പൊ കർമ്മങ്ങളാകുന്ന ഉപാധികളോട് നേടിയതെല്ലാം തന്നെ അനിത്യമാണ്, ശാശ്വതമല്ല. അപ്പോ സ്വർഗം ലോകമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? അത് അനിത്യമാണ്, ശാശ്വതമല്ല എന്ന് തന്നെയാണ്, അല്ലെ? അപ്പൊ ലക്ഷ്യത്തിന്റെ ലക്ഷണം അറിയാതെയാണ് നമ്മൾ ഓരോന്നിലും നമ്മുടെ ആഗ്രഹം ഉറപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലാത്തത്, അനുഭവിച്ചിട്ടില്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ലക്ഷ്യം ഉറപ്പിക്കാൻ സാധ്യമല്ല. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ബ്രഹ്മ പുനരാൻ ലോക പുനരാവർത്തിനോർജുന. അപ്പൊ ബ്രഹ്മലോകം ഒഴിച്ച് ഒരു ലോകവും ജീവിതത്തില് എന്താ പറയാ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമല്ല എന്ന് ഭഗവാൻ പറയുന്നു അർജുനനോട്. ഏത് ജാതി ലിംഗ ഭേദമനുസരിച്ചും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്താണതെന്ന് ചോദിച്ചാല് സുഖപ്രാപ്തി അല്ലെങ്കിൽ ദുഃഖ നിവൃത്തി. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വിശപ്പും ദാഹവും എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളാണ്, അല്ലെ? ഒരാൾക്ക് വിശപ്പുണ്ടായി, ഇപ്പൊ നല്ലവണ്ണം വിശന്നു. അപ്പോ നമ്മൾ അത് ദുഃഖമാണ്, അല്ലെ? വിശപ്പെന്ന് പറയുന്ന ഒരു ദുഃഖമാണ്. ഭക്ഷണം കഴിച്ചു, അപ്പൊ എന്തായി? നമുക്ക് സുഖം കിട്ടി. കുറച്ചു കഴിയുമ്പോൾ വീണ്ടും വിശപ്പ് വന്നു, ഭക്ഷണം കഴിച്ചു, സുഖം കിട്ടി. ഇങ്ങനെ എല്ലാ ദുഃഖങ്ങളും തന്നെ താൽക്കാലികമായിട്ട് നിവർത്തിക്കുവാനേ നമുക്ക് സാധ്യമാകുള്ളൂ. അത് ശരീരമുള്ളിടത്തോളം കാലം വന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആത്യന്തികമായ ദുഃഖ നിവർത്തി ഇല്ലെങ്കിൽ നിരതിശയമായിരിക്കുന്ന സുഖപ്രാപ്തി എന്താണ്? അപ്പൊ അതിന് നമ്മുടെ ഋഷീശ്വരന്മാര് നൽകിയ പേരാണ് മോക്ഷം. നമ്മളെ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, പുരുഷാർത്ഥങ്ങളിലെ നാലാമതായിട്ടിരിക്കുന്ന ഒരു വസ്തുവുണ്ട്. അതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. എന്നാൽ അത് മരിച്ചിട്ട് കിട്ടുന്നതല്ല. കാരണം മരണാനന്തരമുള്ള ഒരു ലക്ഷ്യങ്ങളും സാധിക്കുമെന്നതിന് നമുക്ക് ഒരു ഉറപ്പുമില്ല. കാരണം ഒരു ഇഷ്ടഭക്ഷണം തരാമെന്ന് പറഞ്ഞിട്ട് മരണത്തിന് ശേഷം അത് പിതൃവിന് കൊടുക്കാം, ഇല്ലെങ്കിൽ പിതൃതർപ്പണം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതിന് എന്താണ് ഉറപ്പ്?
കാരണം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കണം അത്, അല്ലേ? എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മുക്തിയുടെ മുൻപില് ആ ഒരു മരണാനന്തരമുള്ള ഒരു ലോകവും നിലനിൽക്കുന്നില്ല. അപ്പൊ ഏത് ഹൈന്ദവ പുരാണമാകട്ടെ, ക്രിസ്തീയ വിശ്വാസമാകട്ടെ, മുസ്ലിം മതമാകട്ടെ, മരണാനന്തര സ്വർഗത്തെ കുറിച്ച് ആണ് വിവരിക്കുന്നത്. അപ്പോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ഒന്ന് ഉള്ളതാണ്. കാരണം ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് അത് പോയി കാണാനോ അനുഭവിക്കാനോ എങ്ങനെയാണ് വിവരിക്കുന്നത്? അത് നമുക്ക് വിവരിക്കാൻ പറ്റില്ല. നമുക്കത് പോയി കാണാതെ പറയാൻ പറ്റില്ല. ഇന്ന് ഇവിടെ ഇപ്പോ ഈ കാണുന്ന ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നേടുന്ന നിരതിശയമായിരിക്കുന്ന സുഖപ്രാപ്തി, ആത്യന്തികമായിരിക്കുന്ന ദുഃഖനിവൃത്തി, ഇതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സാധ്യം എന്ന് പറയണത്. അപ്പൊ ഇതിനെ യുക്തിപൂർവം മനസ്സിലാക്കണം. അപ്പൊ ഇതിനെ ആർക്ക് നിരാകരിക്കാൻ സാധ്യമല്ല. ഇതിനെയാണ് നമ്മൾ സാധ്യം അല്ലെങ്കിൽ സാധന എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സുഖത്തെ തേടുക, നേടുക, അത് തന്നെയാണ് സാധന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നല്ലതെന്നും ചീത്തയെന്നും പറയുന്ന വ്യത്യസ്തങ്ങളായിരിക്കുന്ന വഴികളിലൂടെ നമ്മൾ എത്ര നാളായിട്ട് സഞ്ചരിക്കുന്നുണ്ട് നമുക്ക് തന്നെ അറിയാം. അപ്പൊ നമുക്കത് ലഭിച്ചോ? ക്ഷേത്രാരാധന അല്ലെങ്കിൽ സത്സംഗങ്ങൾ, തീർത്ഥാടനങ്ങൾ എല്ലാം നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണു, അല്ലേ? അപ്പൊ ആത്യന്തികമായ ദുഃഖനിവൃത്തി ഉണ്ടായോ? അപ്പൊ ഇല്ല എന്നാണെങ്കിൽ അതിന് കാരണം നാം സുഖം അന്വേഷിക്കുന്ന സ്ഥലം തെറ്റാണ്. നമ്മുടെ സുഖം അന്വേഷിക്കുന്ന സ്ഥലം തെറ്റിപ്പോയി. ഇപ്പൊ യഥാർത്ഥ സുഖം തരുന്ന വസ്തുവിന്റെ പിന്നാലെ അല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പലതും സുഖം തരുന്നു എന്ന് വിചാരിച്ച് പുറകെ നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ സുഖവസ്തു എന്താണെന്ന് നമുക്കറിയില്ല. ഇവിടെയാണ് നമുക്ക് ആ ഒരു ആചാര്യന്മാര് പറഞ്ഞു തരുന്നത് നമ്മുടെ ആ ഒരു സ്വരൂപമാണ് ആത്യന്തിക സുഖസ്വരൂപം. നമ്മുടെ സ്വരൂപം, അതായത് നമ്മുടെ രൂപം, നമ്മുടെ ഉള്ളില് നമുക്ക് ഈ പറയുന്ന അധിഷ്ഠാനമായിരിക്കുന്ന ഒരു സത്യമുണ്ട്. അതാണ് ശരിക്കും ആത്യന്തികമായിരിക്കുന്ന സുഖസ്വരൂപം എന്ന്. ഇവിടെ മാത്രം നമ്മൾ അന്വേഷിച്ചില്ല. അതാണ് നമുക്ക് തെറ്റുപറ്റിപ്പോയത്. നമ്മൾ അന്വേഷിച്ചതെല്ലാം എവിടെയാണ്? പുറമേക്കാണ്, അല്ലേ? അപ്പൊ നമ്മൾ എവിടെയാണോ അന്വേഷിക്കേണ്ടിയിരുന്നത് അവിടെ അന്വേഷിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ സുഖം എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റാതെ പോയത്. അപ്പൊ എന്റെ സ്വരൂപം സുഖമാണെങ്കിൽ പിന്നെ എനിക്ക് എല്ലാ ദുഃഖങ്ങളും ഉണ്ട്, പരാധീനകളുണ്ട്. അപ്പൊ എങ്ങനെയാണ് സുഖസ്വരൂപം എന്ന് ഈ ശരീരത്തിലിരിക്കുന്ന എന്നെ പറയുന്നത്? ഇതൊരു ചോദ്യമാണ് നമുക്കെല്ലാം വരുന്ന, അല്ലെ? എല്ലാ വേദശാസ്ത്രങ്ങളും പറയുന്നു എന്റെ സ്വരൂപം സുഖമാണ്. അപ്പൊ നമുക്കൊരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം. കാരണം ഇതിലൂടെ മാത്രമേ നമുക്ക് എന്താ പറയാ ആത്യന്തികമായിരിക്കുന്ന ആ സത്യത്തെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് തൊടാൻ സാധിക്കുള്ളൂ. നമുക്ക് ഏറ്റവും സ്നേഹം ആരോടാണ്? നമ്മൾ ആദ്യം ഒന്ന് ചോദിക്കുക. വേണമെങ്കിൽ നമുക്ക് പറയാം ഭർത്താവാണ്, ഭാര്യ, കുട്ടികൾ എന്നൊക്കെ നമുക്ക് പറയാം. എന്നാല് സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും സ്നേഹം അവനവനോട് തന്നെയാണ്, അല്ലെ? തന്നോട് തന്നെ, തന്റെ ശരീരം, തന്റെ മനസ്സ്, തന്റെ ബുദ്ധി, താൻ എന്ന് പറയുന്ന ആ ഒരു ശരീരത്തോട് തന്നെയാണ് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് മാത്രമേ ബാഹ്യ വസ്തുക്കളോടുള്ളൂ. അപ്പൊ അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് എന്താണ്? തന്റെ ഉള്ളിലെ ആ ഒരു ഈ ശരീരമാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? അപ്പൊ തന്റെ ഉള്ളിലിരിക്കുന്ന ആ ഞാൻ ആരാണ്? ആ ഞാനിനെയാണ് ഇഷ്ടപ്പെടുന്നത്, അല്ലേ? ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഡയബറ്റിസ് വളരെ കൂടിയിരിക്കുന്ന ഒരാളെ നമുക്ക് നോക്കാം. വളരെ മൂർധന്യത്തിലെത്തി. അപ്പോ ഡോക്ടറെ സമീപിക്കുകയാണ് അദ്ദേഹം. അപ്പൊ ഡോക്ടർ പറയുന്നു നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ പഴുപ്പ് മുകളിലോട്ട് കയറി മരണം സംഭവിക്കുമെന്ന് പറയുന്നു. അപ്പോ ആ ഡയബറ്റിക് പേഷ്യന്റ് പറയുന്നു സാരമില്ല, മുറിച്ചു കളയൂ, എനിക്ക് ജീവിക്കണം, അല്ലെ? എനിക്ക് കാലില്ലെന്ന് പറഞ്ഞ് ജീവിക്കാതിരിക്കാൻ കുഴപ്പമൊന്നുമില്ല, കാലില്ലെങ്കിലും എനിക്ക് ജീവിക്കാം. കാരണം നമ്മൾ പറയും, ഒരുപാട് ഉദാഹരണങ്ങൾ പറയും, എത്രയോ കാലില്ലാത്തവര് ആക്സിഡന്റല് കാല് മുറിച്ചു കളയുന്നവരൊക്കെ ജീവിക്കുന്നില്ലേ? അപ്പൊ കാല് പോയാലും എനിക്ക് ജീവിക്കണം എന്ന് നമ്മൾ സമാധാനിക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടാമതായിട്ട് ഒരു ഗുരുതര രോഗത്തിന് അടിമപ്പെട്ടു എന്ന് വെക്കൂ ഒരാള്. ഇപ്പൊ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം പറയുന്നു ഇതിന് ഒരു മരുന്നേ ഉള്ളൂ, അത് കഴിച്ചാൽ നിങ്ങളുടെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടും. അപ്പൊ ആദ്യം തന്നെ പറയും അയ്യോ കാഴ്ച നഷ്ടപ്പെടുമ്പോ എന്ത് ചെയ്യും, ഒരുപാട് വിഷമിക്കും. പക്ഷെ പിന്നെ പറയും ഒരു കുരുടനായിട്ട് എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ നമ്മൾ വിഷമങ്ങൾ പറയും. എങ്കിലും പിന്നെ അവസാനം എന്താ പറയുന്നത്? ലോകത്ത് അന്ധന്മാരില്ലേ? ജന്മന അന്ധത ബാധിച്ചവരില്ലേ? അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള ജീവിക്കുന്നവരുടെയൊക്കെ ഉദാഹരണം നമ്മൾ എടുത്ത് പറയും, അല്ലേ? അതുകൊണ്ട് അവർ ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത കഥകളൊക്കെ അന്ധര് ചെയ്തിട്ടുള്ളതൊക്കെ അങ്ങനെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് പറയും സാരമില്ല, കണ്ണ് മാറ്റിക്കൊള്ളട്ടെ, എനിക്ക് ജീവിക്കണം.
ഇനി മൂന്നാമതായിട്ട് വേറൊരു രോഗം വന്നു എന്നിരിക്കട്ടെ. അതിന് മരുന്ന് കഴിക്കുകയാണ്. സ്ഥിരമായിട്ട് അത് തുടർന്നാല് അവര് പറയും, ഡോക്ടർ പറയാണ് മാനസിക നില തെറ്റിപ്പോകും. ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലെത്തും. ആദ്യം പറയും ഭ്രാന്തനായിട്ട് ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്നല്ല, ഇങ്ങനെ കുറെ ഉദാഹരണങ്ങൾ പറയും. കുറച്ചു ദിവസം ചിന്തിച്ചിട്ട് പറയും വേറെ എന്താണ് വഴി? കാരണം ഭ്രാന്തന്മാരുടെ ജീവിതം എന്ത് നല്ലതാണ്? അവരെപ്പോഴും സന്തുഷ്ടരാണ്. അവർക്ക് ദുഃഖമൊന്നുമില്ല, സുഖമില്ല. ആ ഭ്രാന്തമായ ഒരവസ്ഥയാണെങ്കിലും എനിക്ക് സാരമില്ല, എനിക്ക് ജീവിക്കണമെന്ന്. ഇല്ലേ? സാധാരണഗതിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഈ 3 ഉദാഹരണങ്ങളും പറഞ്ഞത് എന്തിനാണ്? അതൊരു കർമ്മേന്ദ്രിയമാണ് നമ്മുടെ. രണ്ടാമതായിട്ട് പറഞ്ഞ കണ്ണ് എന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയാണ്. മൂന്നാമതായിട്ട് പറഞ്ഞ മനസ്സ് എന്നത് അന്ധകരണത്തിൽ ഒരെണ്ണമാണ്. അപ്പൊ ഇതൊന്നും ഞാനല്ല. ഇത് ഞാനാണോ? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്, ഇല്ലേ? അപ്പൊ നമ്മള് ഞാൻ എന്നതിനെ എന്തിനൊക്കെയോടാണ് താദാത്മ്യം പ്രാപിച്ചിരിക്കുന്നതെന്ന് അറിയണം, അല്ലേ? ഞാൻ കറുത്തത്, ഞാൻ വെളുത്തത്, ഞാൻ തടിച്ചത്, ഞാൻ മെലിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അത് ആണ്, പെണ്ണ്, നമ്മൾ ലിംഗഭേദങ്ങൾ പറയാറുണ്ട്. നമ്മൾ സ്ഥൂല ശരീരത്തെയും ആണ് പറയുന്നത്. പിന്നെ ഞാൻ മണ്ടൻ, ഞാൻ ബുദ്ധിമാൻ എന്ന് പറയുമ്പോൾ അന്ധക്കരണങ്ങളെയാണ് പറയുന്നത്. ഞാൻ പൊട്ടൻ, കുരുടൻ, ഊമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങളോട് താദാത്മ്യം പ്രാപിച്ചിട്ടാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ വേണം നമ്മൾ ഞാനിനെ അന്വേഷിക്കാൻ തന്നെ. അപ്പൊ ഇന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും അല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തോ ഒന്ന് വേറൊന്നുണ്ട്, ഇതൊന്നും അല്ലാത്തത്. കാരണം ഇന്ദ്രിയങ്ങളും അന്ധകരണത്തിനും അപ്പുറത്ത് നിൽക്കുന്ന എന്തോ ഒരെണ്ണമുണ്ട്. അപ്പോ അതിനെയാണ് ഞാനെന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഞാൻ എന്നതിന്റെ സുഖമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. അപ്പോ ആ ഞാനിനെ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ആ സുഖം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല, അത്രേ ഉള്ളൂ. നമ്മ എപ്പോഴും നമ്മളെ ഞാൻ എന്ന ഉള്ളതിനെ താതാത്മ്യപ്പെടുത്തുമ്പോൾ അത് ശരീരത്തിനോടും അന്ധകരണങ്ങളോടുമാണ് നമ്മൾ താതാത്മ്യപ്പെടുത്തുന്നത്. അപ്പൊ ഈ താതാത്മ്യങ്ങളെല്ലാം തന്നെ ആ ഒരു എന്താ പറയാ ഒഴിഞ്ഞ എന്തോ അതിനെയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഞാനിനെ നാം എന്നും അനുഭവിക്കുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ ഞാനിൽ ഇരിക്കുമ്പോൾ സ്ഥൂല ശരീരം അന്ധകരണങ്ങളിലെ ആ ഒരു ഞാനെന്ന് പറയുന്നു. സ്വപ്നത്തിലും നമുക്ക് പലതിനോടും താതാത്മ്യമുണ്ടാകും. എന്നാൽ സുഷുപ്തിയാകട്ടെ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ അന്ധകരണങ്ങളോ ശരീരമുണ്ടോ? ചിന്തിച്ചു നോക്കേണ്ടാണ്. ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്? സുഖമായി ഉറങ്ങി. അപ്പൊ അവിടെയാണ് നമുക്ക് സുഖാനുഭവം ലഭിച്ചത്. ഇല്ലേ? എല്ലാവർക്കും ഇതൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന സത്യമാണ്. അപ്പൊ അവിടെ മാതാ ന മാതാ ഭവതി, പിതാ ന പിതാ ഭവതി. അവിടെ മറ്റുള്ള ആരോപണങ്ങൾ ഒന്നുമില്ല. അച്ഛൻ, അമ്മ, പുത്രൻ, പുത്രി, ഭാര്യ, ഭർത്താവ് ഒന്നുമില്ല. അപ്പൊ കേവലമായിരിക്കുന്ന ഒരു ആനന്ദ സ്വരൂപനായിരിക്കുന്ന ഞാൻ മാത്രം. അപ്പൊ കലർപ്പില്ലാത്ത ഞാൻ എന്ന് പറയുന്ന ആ ഒരു സ്പന്ദനം നമ്മുടെ ഉള്ളില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ആനന്ദം കിട്ടുക. എന്തുകൊണ്ടാണ് നമ്മൾ സുഖമായി ഉറങ്ങി സ്വപ്നാവസ്ഥയിൽ സുഖം കിട്ടുന്നില്ല, ജാഗ്രതാവസ്ഥയിൽ കിട്ടുന്നില്ല? ആ പൂർണ്ണമായിരിക്കുന്ന ആ തുരീയമായിരിക്കുന്ന പൂർണ്ണ സുഷുപ്തി അവസ്ഥയിൽ നമുക്ക് എങ്ങനെ ആനന്ദം കിട്ടി? അവിടെ കേവലമായിരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സുഖം കിട്ടി. ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിതം അപഗ്രഥിച്ചു നോക്കിയാൽ അറിയാം, നാം സുഖം അനുഭവിച്ച കേവല സുഖം അവിടെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഊർജ കേന്ദ്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉപനിഷത്ത് പറയുന്നത് നല്ല ഭക്ഷണവും ജലവും ഒക്കെ നേടി പലയിടത്ത് പറന്നു നടക്കുന്ന പക്ഷികള് സന്ധ്യയാകുമ്പോൾ സ്വന്തം വാസസ്ഥലത്ത് ചേക്കേറുന്ന പോലെ നാം നമ്മുടെ ശരീര ഇന്ദ്രിയ മനസ്സുകളെ എല്ലാം വിട്ട് എവിടെയൊക്കെ വിഹരിച്ചാലും ആ ഒരു ഗാഢ സുഷുപ്തിയിൽ നമ്മുടെ യഥാർത്ഥ വാസസ്ഥലത്താണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഞാനിൽ അത് വന്ന് ചേക്കേറും. അപ്പോ നമ്മള് എന്താണ് വേണ്ടത്? നമ്മൾ ഓരോന്നിനെ അപഗ്രഥിച്ച് നോക്കണം, അല്ലേ? നമ്മൾക്ക് ഉപനിഷത്ത് വാക്യം എന്താണ്? നേതി നേതി, ഇതല്ല ഇതല്ല. അപ്പോ എന്തിനെയാണ് എനിക്ക് ഏറ്റവും വലിയ കാണേണ്ടത്? എന്തിനെയാണ് അറിയേണ്ടത്? ആ ശരിക്കും പറഞ്ഞാല് നേതി നേതി ഏതസ്മാത് ന പര അസ്തി. അപ്പോ ഈ പറയുന്ന ഓരോന്നിനെയും തള്ളി 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 പോകുമ്പോൾ നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന നമ്മുടെ സ്വരൂപത്തില് എത്തിച്ചേരും. അതാണ് നമ്മുടെ യഥാർത്ഥ വാസകേന്ദ്രം, സുഖവാസ കേന്ദ്രം. അവിടെ വേറെ ആരുമില്ല. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അത്. അത് ആനന്ദമാണെങ്കിൽ നമ്മുടെ സ്വരൂപം ആനന്ദമല്ലേ? ചിന്തിക്കേണ്ട കാര്യമാണ്.
ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളിന്റെ കൂടെയാണ് കിടക്കുന്നതെങ്കിലും ഏറ്റവും നല്ല മെത്തയിലാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിലും ഉറക്കം വരുമ്പോൾ നമ്മൾ ആ ഒരു ഒറ്റയ്ക്കാണ് ഇല്ലേ? ആ ഒരു ആ ബാക്കിയുള്ള എല്ലാ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റിലേഷൻസ് അല്ലെ, താതാത്മ്യങ്ങള് ഇല്ലെങ്കിൽ നമ്മൾ ആരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത് എല്ലാം നമ്മളെ വിട്ടുപോകുന്നുണ്ട്. അപ്പൊ ഉറക്കം വരുമ്പോ എന്താ, നമ്മൾ ഒറ്റയ്ക്കാണ് അല്ലെ, നമ്മൾ തനിച്ചാണ് ഉറങ്ങുന്നത്. അപ്പോ ഉണ്ടാകുന്ന ഒരു ആനന്ദം അല്ലെങ്കിൽ ഊർജം, ഇതാണ് നമുക്ക് ഉണരുമ്പോൾ കിട്ടുന്നത്. അപ്പൊ ഈ ആനന്ദം അനുഭവിക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ പോയി എന്ന് വിചാരിക്കുക, അവിടെ നമ്മുടെ കുട്ടിയുമുണ്ട്, എല്ലാവരും ചേർന്ന് ഒരു പാട്ട്, ഒരു ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസിന്റെ വെളിയിൽ നിൽക്കുന്ന എനിക്ക് കുട്ടിയുടെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുമോ? എന്റെ കുട്ടിയുടെ പ്രത്യേകമായിട്ടൊരു ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലും സാധ്യമല്ല അല്ലെ? അതുപോലെ ഞാൻ എന്ന് പറയുന്ന കേവല അനുഭവത്തില് നമ്മളെ ശരീരത്തിന്റെ, ഇന്ദ്രിയത്തിന്റെ, ഒരാളുടെ അന്ധകരണങ്ങളുടെ ഇവയിലൂടെ ലഭിക്കുന്ന അനേകം അനേകം അനുഭവങ്ങളെ വെച്ച് ഇതുമായിട്ട് കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധ്യമല്ലാത്തത്. അതുകൊണ്ട് ഇതറിയാൻ നമ്മൾ എന്താണ് വേണ്ടത്? എന്താണ് ഒരു വഴി? നമുക്കത് കണ്ടുപിടിക്കണമല്ലോ. കാരണം നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ഒരു ഭാരം, നമ്മുടെ ആ യഥാർത്ഥ സ്വരൂപത്തിന്റെ മുകളിൽ മറച്ചിരിക്കുന്ന ആ കെട്ടിയതിനെ ഓരോന്നായിട്ട് നമ്മൾ അഴിക്കണം. ഇതിനെയാണ് നമ്മൾ നേതി നേതി എന്ന് ഉപനിഷത്ത് പറയുന്നത്. ഇതല്ല, ഇത് ഞാനല്ല, ഇത് ഞാനല്ല. അപ്പൊ ആ താതാത്മ്യ ഭാവത്തെ മാറ്റിക്കൊണ്ടേയിരിക്കണം നമ്മൾ. നിർവാണ അഷ്ടകം എന്താ പറയുന്നത്? മനോ ബുദ്ധി അഹങ്കാര ചിത്താനിനാഹം. അപ്പൊ അവസാനം എന്താ പറയുന്നത്? അഹം നിർവികൽപ്പോ നിരാകാര രൂപോ, ഞാൻ കേവലമായിരിക്കുന്ന ആനന്ദ സ്വരൂപമാണ്. ഇല്ലേ? നിർവാണാഷ്ടകം വളരെ വളരെ ആ ചിദാനന്ദ രൂപ ശിവോഹം, ഞാൻ ചിദാനന്ദ രൂപമാണ്, ഞാൻ ചിത്ത ആനന്ദ സ്വരൂപമാണ്. പക്ഷെ നിങ്ങൾ ഞാൻ അതാണ് പലതാണെന്ന് ആരോപിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ആ കേവല ബ്രഹ്മത്തെ അറിയാതെ പോയത്. അപ്പൊ ധ്രുവൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടി എന്താ പറയുന്നത്? ആ ഒരു എന്താ പറയാ, ആ ഭഗവാനെ കണ്ടപ്പോഴത്തേക്ക് ആ മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് യോ അന്തപ്രവിശ്യ, എന്റെ ഉള്ളിൽ ആരോ പ്രവേശിച്ചു അല്ലെ? ആ പ്രവേശിച്ചിരിക്കുന്ന വസ്തു എന്താണ്? അതാണ് എനിക്ക് ആനന്ദം തരുന്നത്. അപ്പോ രമണ മഹർഷി പറയാറുണ്ട്, രമണ മഹർഷിയുടെ വളരെ പ്രസിദ്ധമായ ശ്ലോകം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഹൃദയ കുഹര മധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി ഹൃദി വിശ മനസാസ്വം ചിന്വതാ മജ്ജതാവ പവന ചലന രോധാത്. അപ്പൊ കാറ്റുപോലും എത്താത്ത ഒരു സ്ഥലത്ത് ഒരു സാധനം ഇരിപ്പുണ്ട് നമ്മുടെ ഉള്ളില് അല്ലെ? ആ സാധനത്തെയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ന ശരീരത്തിന്റെ യാത്ര നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഈ ഞാനെന്ന് നമ്മൾ ഇപ്പോ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ശരീരത്തിന് ഒരു യാത്രയുണ്ട്. എന്താണത്? അപ്പൊ ജനിക്കുമ്പോ ഒരു ചെറിയ കുട്ടി, ആൺകുട്ടി, പെൺകുട്ടി ഇല്ലേ? ആ കുട്ടിക്ക് ശൈശവം വരുന്നു, പിന്നെ കൗമാരം, പലതും ആ കൗമാരപ്രായം, അപ്പൊ പലതും കാട്ടിക്കൂട്ടുന്നു, വിവാഹിതനാകുന്നു, യൗവനത്തില് ശരീരത്തില് മാറ്റം വരുന്നു, അച്ഛൻ, അമ്മ, അമ്മൂമ്മ ഇതിലൂടെ കടന്നു പോകുന്നു, ഗൃഹസ്ഥാശ്രമിയാകുന്നു, വാനപ്രസ്ഥിയാകുന്നു അല്ലെ? എല്ലാം കഴിഞ്ഞ് മരിച്ച് താഴെ കിടത്തിയിരിക്കുന്നു. നമ്മളത് ചിന്തിക്കണം. ഇതിനെ നമ്മളെ ശവം എന്ന് പറയുന്നു. കാരണം അതിന് പ്രവേശിച്ച വസ്തു അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് ശരീരത്തെ വിട്ടുപോയി. ആ വ്യക്തിയുടെ അത് കഴിഞ്ഞ് എന്തായിട്ട് തീരുന്നു? ആ കിടക്കുന്ന ശരീരം ഒരു പിടി ചാരമായിട്ട് തീരുന്നു. പക്ഷെ ഈ അവസ്ഥാവിശേഷങ്ങളിലോ ആയിട്ട് താതാത്മ്യം പ്രാപിക്കാതെ അനസ്യൂതമായിട്ട് ഒരാളുണ്ടായിരുന്നു. അത് പോയപ്പോഴാണ് മാറ്റങ്ങൾക്ക് വിധേയമായ ഈ ശരീരം ജഡവസ്തുവായിട്ട് തീർന്നത് അല്ലെ? അപ്പോ ഈ ഞാൻ ആരാണ്? മാറ്റങ്ങൾക്ക് വിധേയമായതൊന്നും ശാശ്വതമായിട്ടുള്ളതല്ല. അപ്പൊ ശാശ്വതമല്ലാത്ത ഒന്നിനെയും ഞാൻ എന്ന് പറയാൻ സാധ്യമല്ല. ഹസ്താമലകൻ പറഞ്ഞത് എന്താണ്? ശങ്കരാചാര്യ സ്വാമികളെ കണ്ടപ്പോ നാഹം മനുഷ്യോ നച ദേവയക്ഷോ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരി ഗൃഹീ വനസ്ഥോ ഭിക്ഷുർന ചാഹം നിജബോധരൂപഃ. അപ്പൊ ശരിയായിട്ടുള്ള ഭാവം ഇതൊന്നുമല്ല. ഞാൻ വന്നു ചേർന്നതാണ് ഈ ശരീരമെല്ലാം. അപ്പൊ വന്നു ചേർന്നതെല്ലാം നമ്മളെ വിട്ടുപോകും. അപ്പൊ ഇതിനെയെല്ലാം വേർതിരിക്കുന്നത് എന്താണെന്ന് അറിയണം. അപ്പൊ ഈ ആഗ്രഹപ്രാപ്തിക്കായിട്ടുള്ള ഏക മാർഗം എന്താണ്? ഈ സ്വരൂപ പ്രാപ്തിക്കുള്ള ഈ അറിവ് നേടുക എന്നുള്ളതാണ്. അപ്പൊ അതല്ലാതെ വേറെ ഒരു മാർഗവും നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചില്ല. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ആത്മാ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ. കാരണം ഇത് അനുഭവിച്ചറിയണം. അപ്പോ മാത്രമേ നമുക്ക് ആ ഒരു സാധ്യ വസ്തു ഉണ്ടെന്ന് നമ്മൾ അറിയുള്ളൂ. കാരണം എന്താ പറയാ,
സാധാരണഗതിയിൽ അനേകായിരം ജന്മങ്ങൾക്ക് ശേഷം ദേവിയുടെ കൃപ കൊണ്ട് മാത്രമാണ് നമുക്കിത് മനസ്സിലാവുന്നത് തന്നെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന്. അപ്പോ നമുക്ക് ആ ഒരു സാധ്യമായിരിക്കുന്ന വസ്തു ലക്ഷ്യമായിട്ട് കാണണം. അതിലേക്ക് എത്തിച്ചേരലിനെയാണ് നമ്മള് സാധന എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും അല്ലെ, ഹൂ ആർ യു, കസ്ത്വം, നീ ആര്, കുത ആഗതോസി, അല്ലെ, വെൻ ഡു യു കം, അല്ലെ, കിം നാമ, വാട്ട് ഈസ് യുവർ നെയിം, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാ? നമ്മുടെ ശരീരത്തെ കുറിച്ചാണ്, നമ്മളെ യഥാർത്ഥ നമ്മുടെ സ്വരൂപത്തെ അല്ല. അപ്പൊ ഈ ഒരു സാധനാ മാർഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇരിക്കുന്ന എന്നെ അറിയലാണ്. അപ്പൊ നമ്മളെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സ് പല സ്ഥലത്തും പോയിട്ട് തിരിച്ചു വരാറുണ്ട്. ചിന്തിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അത് മനസ്സിന്റെ സ്വഭാവമാണ്. അത് പോയി വന്നുകൊണ്ടേയിരിക്കും. പറയുന്നത് പോലും മുഴുവൻ മനസ്സിലാവില്ല. ചിലർ ഭാഷയില്, ചിലർ രൂപത്തില്, ഇല്ലേ, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ പലതായി ഛിന്ന ഭിന്നമായി കൊണ്ടേയിരിക്കും. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളെ പോലും ഏകാഗ്രമായിട്ട് കാണുവാനോ കേൾക്കുവാനോ സാധിക്കാത്തത് നമ്മുടെ ആ ഒരു അതീന്ദ്രിയമായിരിക്കുന്ന മായാ സ്വരൂപ ധ്യാനം അത് ഇരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്കത് സാധ്യമല്ലാതെ വരുന്നത്. നമ്മളൊരു സാധാരണ ഒരു വസ്തു, ഒരു മെറ്റീരിയൽ വസ്തുവിൽ പോലും ഒരുപാട് സമയം നമ്മുടെ മനസ്സിനെ നിർത്താൻ സാധ്യമല്ല. അപ്പോ പിന്നെ ആ ഒരു പല വഴിക്ക് സഞ്ചരിക്കുന്ന മനസ്സിനെ നമ്മൾ എങ്ങനെയാണ് ഏകാഗ്രമാക്കുന്നത്? അതിനുള്ള ഉപാധിയാണ് നമ്മള് ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ ധാരാളം ഉപാസന മാർഗങ്ങൾ നമ്മുടെ പൂർവിക ആചാര്യന്മാര് നമുക്ക് തന്നിട്ടുണ്ട്. ലക്ഷ്യം ഒന്നാണെങ്കിലും എന്തുകൊണ്ടാണ് വിവിധങ്ങളായിരിക്കുന്ന ഉപാസനാ മാർഗങ്ങൾ നമുക്ക് തന്നിരിക്കുന്നതെന്ന് ചോദിച്ചാല്, കാരണം നമ്മുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണെങ്കിലും എല്ലാവരുടെയും അസ്തിത്വം ഒന്നാണെങ്കിലും നാം ഓരോരുത്തരും ഗുണഘടനയിൽ വളരെയധികം വ്യത്യസ്തരാണ്. എന്താണ് ഗുണങ്ങൾ എന്ന് പറഞ്ഞാല്? ത്രിഗുണങ്ങള്, അല്ലെ, സത്വ രജസ് തമോ ഗുണങ്ങള്. അതുകൊണ്ട് തന്നെ ഗുണങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ചിന്തകളെല്ലാം ഉണ്ടാകുന്നത്. സ്വഭാവം എല്ലാം അതാണ്, സ്വഭാവം. അതായത് സ്വന്തമായിരിക്കുന്ന ഭാവം എന്തിനെ അടിസ്ഥാനപ്പെടുത്തി എന്ന് ചോദിച്ചാൽ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ ഗുണത്തില് അടിസ്ഥാനമായോ ആ ഒരു വാസന കർമ്മങ്ങൾക്ക് അടിസ്ഥാനമായോ മാത്രമേ നമുക്ക് നമ്മുടെ ഉപാസനാ മാർഗത്തെ തിരഞ്ഞെടുക്കാൻ സാധ്യമാകൂ. ഒന്നും നിർബന്ധമായി ചെയ്യാൻ പറ്റുകയില്ല. കുറച്ചു കാലം നമ്മൾ അതിൽ നിൽക്കും, പിന്നെ അതിൽ നിന്ന് വിട്ടുപോകും. അത് കാലക്രമേണ നമ്മളെ വിട്ടുപോകുമ്പോൾ നമുക്ക് വിഷമം തോന്നില്ല. കാരണം അത് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്, നമ്മുടെ വാസനയ്ക്ക് അനുസരിച്ചുള്ളതല്ല അത്. അപ്പൊ ഏത് ഉപാസനാ മാർഗം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും എന്താ വേണ്ടത്? അതിന്റെ അടിസ്ഥാനമായി വേണ്ടതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സാധന എന്താണ്, ഉപാസന എന്താണെന്ന് പറയുമ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ളത് എന്താണ്? ഭക്തിയാണ്, അല്ലെ? അപ്പൊ നമ്മൾ നമ്മൾ ഇന്ന് ഭക്തിയെ കുറിച്ച് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹമാണ്. അപ്പൊ എന്താണ് ഭക്തി? അത് നമ്മൾ അറിയണം, അല്ലെ? നമ്മൾ പായസം കഴിക്കുന്നു, അതിന്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ മധുരം എന്നൊക്കെ പറയാമെങ്കിലും നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ആ സുഖം വാക്കുകൾ കൊണ്ട് പറയാൻ നമുക്ക് സാധ്യമല്ല. ശർക്കര കഴിക്കുമ്പോൾ ഒരു സുഖമാണ്, പഞ്ചസാര കഴിക്കുമ്പോൾ വേറൊരു സുഖം, അല്ലെ? അത് ഓരോരുത്തരുടെയും ആ ഒരു കേവല അനുഭവമാണ്. അപ്പൊ നമ്മൾ കാണുന്ന ഭ്രാന്തമായ കാട്ടിക്കൂട്ടലുകളൊന്നും നമുക്ക് ഭക്തി എന്ന് പറയാൻ സാധ്യമേ അല്ല. കാരണം നാരദ ഭക്തി സൂത്രം പറയണു, സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. എന്താണത്? ഇടമുറിയാതെ ഞാൻ എന്ന അനുഭവത്തിലുള്ള ശ്രദ്ധ, ഇതിനെയാണ് നമുക്ക് ലക്ഷ്യതലത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത്. അപ്പോ എന്നാ മാർഗതലത്തിലുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? പരമമായിരിക്കുന്ന പ്രേമം എന്ന് പറയാം, അല്ലെ? ആ ഒരു സാ പരാനുക്തി ഈശ്വരേ. അപ്പോ ശാഠ്യല്യൻ പറയുന്നു എന്താണ്? ഈശ്വരനിലുള്ള പരമമായ, കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാ? ദേശകാല വസ്തു പരിമിതി ഇല്ലാത്ത ആ വസ്തു, ആ സത്യവസ്തു, അതിനോടുള്ള അനുരാഗം അഥവാ ഭക്തി. സാത്വസ്മിൻ പരമപ്രേമരൂപ എന്ന് നാരദൻ പറയുന്നുണ്ട്. അപ്പൊ ഭക്തി എന്നാൽ എന്താ? സാത്വസ്മിൻ, അവനിലുള്ള ഭക്തി. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു മാറുന്ന ഭക്തി? നമ്മൾ സാധാരണ നമ്മൾ ആദ്യം പറയും മാതൃഭക്തി, അമ്മയോട് എനിക്ക് വളരെ ഭക്തിയാണ്, അച്ഛനോട് പിതൃഭക്തി, ഗുരുഭക്തി, ഇങ്ങനെ പലതും നമുക്കുണ്ടാവും, ഇല്ലേ? പക്ഷെ അതൊന്നുമല്ല ആ അസ്മിൻ, ഇവനിലുള്ള. അവനിലുള്ള എന്നല്ല പറഞ്ഞത്, അവൻ എന്ന് പറഞ്ഞ വേറെയാണ്. ഇവൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്നിലിരിക്കുന്ന, ഇവനിലുള്ള. അപ്പോൾ ഇവൻ എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ്? എന്താ പറയാ, ഭൂമിയില് മുകളിലോ താഴെയോ ഒന്നുമല്ല. ഇവിടെ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആ ഒരു ഈശ്വരോന്മുഖമായിരിക്കുന്ന ഭക്തി. അതായത് അകത്തും പുറത്തും മുകളിലും താഴെയും എല്ലായിടത്തുമുള്ള നാം ആ ഒരു വസ്തുവിനെ നമ്മള്
അതിനോടുള്ള ആ ഒരു അദമ്യമായിരിക്കുന്ന സ്നേഹം, ഇതിനെയാണ് നമ്മള് ഭക്തി എന്ന് അറിയണം. ഇത് നമ്മൾ ഉറപ്പിക്കണം. കാരണം ആ ഒരു ഭക്തി എന്ന് പറയുന്നത് അവിടെയും ഇവിടെയോ വെളിയിലോ ഒന്നുമല്ല. അപ്പൊ നമുക്ക് ഈശ്വരനെ എത്രയും ദൂരെ കാണാനാണ് ഇഷ്ടം, അല്ലേ? കാരണം എന്താ? നമ്മള് എന്തൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ചെയ്യാം, ക്ഷേത്രങ്ങളിലോ പൂജാമുറിയിലോ ഭഗവാനെ അടച്ചു വെക്കാം. എന്നാ അത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ലോക വ്യവഹാരം കഴിഞ്ഞിട്ട് ഏത് വൃത്തികെട്ട രീതിയിലും ജീവിക്കാം. അപ്പൊ നമ്മൾ ഈശ്വരനെ എന്താ പറയാ, പറ്റിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പറയില്ലേ? അപ്പം ദൈവം ശിലകളില് അല്ലെങ്കിൽ അടച്ചിട്ട മുറികളിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തുമ്പോൾ നമുക്ക് എന്ത് തോന്നിയാസവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം. തെറ്റായിട്ടുള്ളത് ആരും കാണുന്നില്ല, അല്ലെ? അമ്പലത്തിന്റെ ഗർഭഗൃഹത്തിലോ എന്റെ വീട്ടിലെ പൂജാമുറിയിലോ കുറച്ച് നാമരൂപങ്ങളായിരിക്കുന്ന വസ്തുക്കളിൽ മാത്രമാണ് ഈശ്വരൻ ഇരിക്കണമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണം, അല്ലേ? അപ്പൊ നമ്മള് ഈ എന്ത് സന്തോഷിപ്പിക്കാനും നമ്മൾ എന്താ ചെയ്യുന്നത്? കൈമടക്കുകൾ കൊടുക്കണു, അല്ലേ? അപ്പോ നമ്മൾ അറിയണം, അപ്പോ അവനല്ല, ഇവനാണ് സത്യം. ഇതെല്ലാം കണ്ടുകൊണ്ട് എന്റെ ഹൃദയഭാഗത്ത് ഒരാൾ ഇരിപ്പുണ്ട്. അവൻ എന്ന് പറയുമ്പോ ദേശം കൊണ്ടും കാലം കൊണ്ടും ദൂരെയാകുമ്പോ നമുക്ക് അവനെ ഭയമില്ലാതെ വരണു. ഇവൻ എന്ന് പറയുമ്പോ എന്താ? ദേശം കൊണ്ടും കാലം കൊണ്ടും അരികെയാണ്, അന്തർയാമിയാണ്, നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഉള്ളിലിരുന്ന് എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, അല്ലേ? നമ്മുടെ തെറ്റും ശരികളെയും വിലയിരുത്തുന്നവൻ. ചിലർക്ക് ചില സ്ഥലങ്ങളില്, ചില അമ്പലങ്ങളില് ചില കാലത്തൊക്കെ വളരെ ഭക്തി നമുക്ക് കാണാം, ഇല്ലേ? മണ്ഡലകാലം ഉടനെ അയ്യപ്പൻ. എല്ലാം എന്താ? പാലം കടക്കുവോളം നാരായണ എന്ന് പറയുന്ന ഒരു പ്രോവർബ് ഉണ്ട്, ഇല്ലേ? ചില ദുഃഖ സമയങ്ങളിൽ ഭക്തി ഉണ്ടാവും. ഇതൊന്നും ഭക്തിയാണെന്ന് നമുക്ക് പറയാൻ സാധ്യമേ അല്ല. പുറത്ത് തിരയുന്നതെല്ലാം തന്നെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള വെറും അഭിനയങ്ങൾ മാത്രമാണെന്ന് നമ്മൾ അറിയണം. എങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു പ്രാപ്തിയില്ലാതെ സുഖദുഃഖങ്ങളിൽ മാറാതെ ദേശകാലങ്ങൾ കൊണ്ട് പരിമിതപ്പെടുത്താൻ സാധിക്കാത്ത എന്തോ ഒന്ന്, അതിനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. ഒരു സ്ത്രീ വലിയ ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. ഒരു സ്ത്രീ വലിയ ഭക്തിയായിരുന്നു. രാവിലെ അമ്പലത്തിൽ പോകും, പാരായണങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. അവർക്ക് ക്യാൻസർ രോഗിയാണെന്ന് അവർ അറിഞ്ഞു. ഒരിക്കൽ ഡോക്ടറെ കണ്ടപ്പോ താൻ ഇതുവരെ ഭജിച്ച ഭഗവാൻ തന്നെ രക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് കടുത്ത നിരീശ്വരവാദിയായിട്ട് വീടാന്തരം കയറി ഇറങ്ങി കുറെ നിരീശ്വരവാദങ്ങൾ പ്രചരിപ്പിച്ചു. അങ്ങനെ ആണ് മരിക്കുന്നത്. അപ്പോ എന്താ പറയാ, സുഖത്തിലുണ്ടായിരുന്ന ഭക്തി ദുഃഖം വന്നപ്പോ പോയി, അല്ലെ? നമ്മളെല്ലാവരും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. കാരണം എന്താ പറയാ, കാരണം പല ഘട്ടങ്ങളില്, അതായത് വ്യക്തിബന്ധങ്ങള്, ഉയർച്ചയും താഴ്ചയും, ആ ഒരു എന്താ പറയാ, അപമാനങ്ങള്, ഇവയെല്ലാം ചേർത്ത് നമ്മൾ ഭക്തിയെ വയ്ക്കും. കാരണം അതിനോട് ചേർന്ന് അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് നമ്മുടെ ഭക്തി മാറുകയും ചെയ്യും. അതല്ല യഥാർത്ഥമായ ഭക്തി എന്ന് നമ്മൾ അറിയണം. ഈശ്വരോന്മുഖമായിട്ട് സ്ഥിരമായിരിക്കുന്ന ഭക്തി എങ്ങനെയാണ്? അത് എവിടെ നിന്നാണ് ഈ ഭക്തി ഉണ്ടാകുന്നത്? ഏത് മാർഗം സ്വീകരിച്ചാല്, ഏത് കർമ്മമാർഗമാകട്ടെ, ഭക്തി മാർഗമാകട്ടെ, അത് ശ്രവണ മനന നിധിധ്യാസങ്ങളാകട്ടെ, ജ്ഞാനമാർഗമാകട്ടെ, എല്ലാ മാർഗങ്ങളും ഏതും നമ്മൾ നിഷ്ഠയോടെ മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാനമായിട്ട് നമുക്ക് ഭക്തി ഉണ്ടായിരിക്കണം. അത് എങ്ങനെ ഉണ്ടാകും? അതാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. കാരണം ചിലര് പറയുന്നു ഭയത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാകുന്നതെന്ന്. ഇപ്പൊ പ്രപഞ്ച പ്രതിഭാസങ്ങളായിരിക്കുന്ന ഇടി, മിന്നല്, പ്രളയം, ഇല്ലേ? നമ്മൾ സുനാമി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഭയത്തെയാണ് തരുന്നത്. അപ്പൊ അത് ഭയന്നിട്ടാണ് ഭക്തി ഉണ്ടാകുന്നതെന്ന് ചിലര് പറയാറുണ്ട്. അത് ഒരു തരം മാനസിക രോഗം മാത്രമാണ്. നാരദൻ വീണ്ടും വീണ്ടും പറയുന്നു, ഭക്തി ഉണ്ടാകാനുള്ള ഒരേ ഒരു വഴി എന്താണ്? ജ്ഞാനം മാത്രമാണ്. ഇത് ആ ഒരു പാരസ്പര്യത്തെ കുറിച്ചുള്ള ഒരു ബോധം. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മൾ കാണുന്ന എന്താണ്? പല വൈവിധ്യങ്ങളാണ്, ഇല്ലേ? ഒന്നും ഒന്നിനെ പോലെ അല്ല. പുഴകള്, മലകള്, സമുദ്രം, അനേക കോടി ബ്രഹ്മാണ്ടങ്ങള്, നമ്മൾ അനേക കോടി ബ്രഹ്മാണ്ട ജനനിയെ, അല്ലെ? ആ ദേവിയാണ് നമ്മൾ ഭജിക്കുന്നത്. ശിവസഹസ്രനാമത്തില് എന്താ പറയാ, ശിവനെ സ്മരിക്കണു. ലളിതാ സഹസ്രനാമത്തില് ദേവിയെ സ്മരിക്കണു. വിഷ്ണു സഹസ്രനാമത്തില് വിഷ്ണുവിനെ സ്മരിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പൊ എത്ര കോടി ബ്രഹ്മാണ്ടങ്ങള്, ഓരോന്നിലും എത്രയോ കോടി നക്ഷത്രങ്ങള്, ഓരോ നക്ഷത്രത്തിലും എത്രയോ ഗ്രഹങ്ങള്, എത്ര ഗ്രഹങ്ങൾ, എത്ര നക്ഷത്രങ്ങൾ. ഈ മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇന്ന് വരെ കാണാൻ പോലും മനുഷ്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അനേക കോടി, അല്ലെ? ആ ഒരു സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ഉണ്ട്. പക്ഷെ ഈ കാണുന്നതിലെല്ലാം ഒരുപോലെ, ഈ കാണപ്പെടുന്നതെല്ലാം ഒരുപോലെ നിലനിൽക്കുന്ന ഒരു താളമുണ്ട്, ഒരു നിയമമുണ്ട്, ഒരു ക്രമമുണ്ട്. ഇതിന്റെ ഏറ്റവും ചെറിയ കണികയായിട്ടുള്ള ആറ്റം, ഏറ്റവും വലുതിലും ഇത് ഒരേപോലെ ഒരു നിയമവ്യവസ്ഥ,
ഈ പഞ്ചഭൂതങ്ങളുടെ വിവിധ ചേരുവകളെല്ലാം ഇതിനെ കൂട്ടിയിണക്കി ഒരു ശക്തി, അതിന് എന്താ നമ്മൾ പറയുന്നത്, അതിനെ നമ്മൾ ശക്തി എന്നാ പറയുന്നത്. കാരണം ആ ശക്തിയെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അത് മനനത്തിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധ്യമുള്ളൂ. കാരണം അണിയോരണിയാൻ മഹതോ മഹീയാൻ ആത്മാം ഗുഹായ നിഹതോസി ജന്തുഹു, അല്ലേ? അപ്പൊ അതൊരു ഓർഗാനിക് സെല്ലില്, അത് ഏറ്റവും ചെറുതില്, അണുകണത്തില് എല്ലാം കാണുന്ന അതേ ഒരു നിയമക്രമം തന്നെ എല്ലാ പദാർത്ഥങ്ങളെയും എങ്ങനെ വേണോ അങ്ങനെ അത് കോർത്ത് ഇണക്കി വെച്ചിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ശക്തി. എന്താണ് ആ ശക്തി? ചിന്തിക്കേണ്ടതാണ്, അല്ലെ? ഈ പ്രപഞ്ച രഹസ്യങ്ങളെ അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്ന ഏതൊരാളിനും ഈ ഒരു അത്ഭുതകരമായിരിക്കുന്ന ശക്തി പ്രതിഭാസത്തെ നമുക്ക് എന്താ പറയുക, ആഴങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വേണമെങ്കിലും അതിനെ പേരിട്ട് വിളിക്കാം. ഈശ്വരൻ എന്ന് വിളിക്കാം, ശിവൻ എന്ന് വിളിക്കാം, പരാശക്തി എന്ന് വിളിക്കാം. എന്ത് വേണമെങ്കിലും നാമരൂപങ്ങൾ കൊടുത്ത് നമുക്കതിനെ വിളിക്കാൻ സാധിക്കും. അതിനെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. ബുദ്ധിയുള്ള ആർക്കും ഈ വ്യവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ആ ഒരു വ്യവസ്ഥാപകനെ കുറിച്ചുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഇപ്പൊ പ്രപഞ്ചത്തെ കാണുമ്പോഴാണ് പ്രപഞ്ച നിർമ്മാതാവിനെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്, അല്ലെ? ആ പ്രേമഭാവത്തെ നമുക്ക് വളർത്തുന്നത്. ഇതിൽ നിന്നാണ് ആ ഈശ്വരനോടുള്ള ആ ഒരു ഇതെല്ലാം സ്ഥാപിച്ചിരിക്കുന്ന മഹാശക്തിയോടുള്ള ആദരവ്, ഭക്തി നമ്മളിൽ ഉണ്ടാകുന്നത്. ഇത് ഉണ്ടാകുന്നതനുസരിച്ച് നമുക്ക് വിനയം ഉണ്ടാകും, അല്ലെ? ഇതുവരെ നമ്മൾ എന്താ, അഹമഹമിതി സാക്ഷാൽ, നമ്മുടെ ശരീരത്തിൽ അഭിമാനപ്പെട്ട് നമ്മുടെ ബന്ധുജനങ്ങളിലെ, ഇഷ്ടജനങ്ങളിലെ, ധനത്തില്, അല്ലെ, ആരോഗ്യത്തില്, വ്യക്തിഗതമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളിലും അഹങ്കരിച്ചിരുന്ന നമ്മള് വസ്തുക്കളില് എല്ലാം ബാഹ്യ വസ്തുക്കളാണ്, അതെല്ലാം നശിച്ചു പോകുന്നതാണെന്ന് അറിഞ്ഞിട്ട് യഥാർത്ഥ തിരിച്ചറിവുണ്ടാകുന്നത് എപ്പോഴാ? ഈ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ വിനയം എന്ന് പറഞ്ഞ ഒരു ഭാവം ഉണ്ടാകുന്നത്. ഈ ഭാവത്തോടെ ഏത് ഉപാസനാ ക്രമത്തിൽ പ്രവേശിച്ചാലും അതിന് സഫലത ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഉപാസനാ മാർഗങ്ങൾ പലർക്കും അത് എന്താ പറയാ അനുയോജ്യമല്ലാതായി തീരുന്നത്? ഒരു തലം കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ഈശ്വരനെ അറിയുന്നതിന് പകരം തന്റെ ചില കാര്യങ്ങളിൽ താനാണ് വലുത്, ഈശ്വരനെക്കാളും വലുതാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഇന്നില്ലേ? അപ്പൊ ആ ഒരു പരമമായിരിക്കുന്ന പ്രേമഭാവത്തെ, ആ നമ്മൾ ഈ ഒരു ശക്തിയെ ഈ പ്രവർത്തിപ്പിക്കുന്ന അഖിലാണ്ട കോടി ബ്രഹ്മജനനി, ആ ജനനി ആരാണ്? ആ വസ്തു എന്താണ്? എന്റെ ഉള്ളിൽ അതിന്റെ ഒരു കണികയുണ്ട്. ഈ ഒരു ആ കണികയോട്, ആ വസ്തുവിനോടുള്ള പ്രേമത്തെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. ഇപ്പൊ ലക്ഷ്യാർത്ഥത്തിൽ സ്വന്തം അനുസന്ധാനം, അല്ലെ? ആ ഒരു സ്വരൂപ അനുസന്ധാനം, ഈശ്വരനെ കുറിച്ചുള്ള അനന്യ പ്രേമം, ഇതിനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. ഇപ്പൊ ഭക്തി ഉണ്ടാകാനുള്ള മാർഗം എന്താണ്? ജ്ഞാനം തന്നെയാണ്, അല്ലെ? ആ ഒരു പ്രപഞ്ച പാരസ്പര്യത്തിന്റെ ആ ശുദ്ധമായ ഭക്തി നമ്മളിൽ ആവിർഭവിക്കുന്നത് അപ്പോഴാണ്. ഭയം ഒരിക്കലും ഭക്തിയല്ല. ഭക്തി പരമമായിരിക്കുന്ന തത്വവിജ്ഞാനത്തിലേക്ക് നമ്മൾ ഉയർത്തണം. ഭക്തിയും ആ ഒരു ഭക്തിയും മാർഗം ചിന്തിക്കുമ്പോൾ ആചാര്യന്മാര് നമുക്ക് രണ്ട് മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്തൊക്കെയാണത്? ഒന്ന് പരാഭക്തി, ഒന്ന് അപരാഭക്തി. അപരാഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൗണീ ഭക്തി എന്ന് പറയും. ഗൗണം എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ടത് ഗുണത്തിനെ അടിസ്ഥാനപ്പെടുത്തുക എന്നർത്ഥം. പരാഭക്തി എന്ന് പറഞ്ഞാൽ മുഖ്യമായിരിക്കുന്ന ആ ഒരു ഭക്തി. ഇപ്പൊ പരമമായിരിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞാല് ആ ഒരു എന്താ പറയാ, ആ ഒരു എല്ലാ എന്താ പറയാ, ആ ഒരു സാധന തലങ്ങൾക്കും അപ്പുറത്തുള്ള അനന്യമായിരിക്കുന്ന ആ കാമ സാധനകള്, നമ്മൾ ആഗ്രഹങ്ങളെ നേടാൻ എടുക്കുന്ന ആ ഭക്തിക്ക്, അതിനുവേണ്ടി ചെയ്യുന്ന സാധനങ്ങൾക്ക് അപ്പുറത്തുള്ളതിനെയാണ് നമ്മൾ അനന്യ ഭക്തി എന്ന് പറയുന്നത്. അപര എന്ന് പറഞ്ഞാൽ എന്താ? അത്ര മുഖ്യമല്ലാത്തത്. അപ്പൊ അപരയിലാണ് ഭക്തി സാധനങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ അതിക്രമിച്ചാൽ മാത്രമേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ? പരാഭക്തിയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു വിധി വിധാന അനുഷ്ഠാനങ്ങളോട് കൂടിയത് ഗൗണീ ഭക്തി എന്ന് പറയുന്നത്. എല്ലാ സാധനങ്ങളും അപരയിൽ നമ്മൾ ചിന്തിക്കണം, ഏത് സാധനയായിക്കോട്ടെ. ഇപ്പൊ ഭക്തിശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും വിവരിക്കുന്ന ആ നവതാ ഭക്തി എന്താണെന്ന് നമ്മൾ അറിയണം. എങ്കില് നമുക്ക് അതിലെല്ലാം സമന്വയിപ്പിച്ചിട്ടുണ്ട്, അല്ലെ? ആ ഒരു പ്രഥമമായിട്ട് സാധകൻ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ആദ്യം മുതൽ ആ ഒരു ഭക്തി എങ്ങനെ നമുക്ക് ഉറപ്പിക്കാം? ആദ്യം ഒരു സാധകനെ സംബന്ധിച്ച് ഇത് അറിയണമെന്ന് പറയുന്ന ആ ജിജ്ഞാസുവായിരിക്കുന്ന ഒരു ജീവൻ ചെയ്യേണ്ടത് ആദ്യത്തെ പടിയാണ് നമ്മൾ ശ്രവണം, അതായത് കേൾക്കുക. അപ്പൊ ഈശ്വരന്റെ മഹിമയെക്കുറിച്ച് ആ ഒരു ബോധിപ്പിക്കുന്നത് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ കേൾക്കണം, അല്ലെ? നാമജപങ്ങൾ ചെയ്യണം, കീർത്തനങ്ങള്, പുരാണങ്ങള് എന്തും നമുക്ക് കേൾക്കാം. അത് വ്യക്തിനിഷ്ഠമാണ്. അവനവൻ ഇഷ്ടമുള്ള എല്ലാം നമുക്ക് കേൾക്കാം. രണ്ടാമതായിട്ട് എന്താ ചെയ്യേണ്ടത്? കീർത്തനം. കീർത്തനം എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ശ്രവിക്കുമ്പോൾ സ്വാഭാവികമായി കീർത്തിക്കപ്പെടാൻ നമുക്ക് തുടങ്ങും.
കാരണം നമ്മൾ കേട്ടതിനെ നമ്മൾ കീർത്തിക്കണു അല്ലെ, നമുക്ക് എപ്പോഴും അതിനെക്കുറിച്ച് ഓർമ്മ നിൽക്കുന്നു, നമ്മൾ നാമം ജപിക്കണു അല്ലെ. മൂന്നാമത്തത് സ്മരണം. സ്മരണ എന്താണ്? ആ ഒരു സദാ നിലനിൽക്കുന്ന ഓർമ്മ, ആ ഒരു ഈശ്വരീയ ചിന്ത സദാ ഉണർന്നിരിക്കുകയാണ് നമ്മുടെ ഉള്ളില്. അപ്പൊ ശ്രവണ കീർത്തനങ്ങളിലൂടെയോ ഇതിൽ നമ്മൾ ഇതിൽ എത്തിച്ചേരുള്ളൂ. ഇപ്പൊ ജീവിതത്തില് എന്ത് പാപവും ചെയ്തിട്ട് അവസാനം ഈശ്വരനാമം ജപിച്ചാൽ മുക്തി കിട്ടുമെന്ന് ഗീതയെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉദ്ധരിക്കുകയും ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. കാരണം നിരന്തരമായിട്ട് കേൾക്കുന്നത് മാത്രമേ നമ്മുടെ ഉള്ളിൽ നിൽക്കുള്ളൂ. അത് വളരെ എന്താ പറയാ, സദാ തദ്ഭാവ ഭാവിത എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾ അത് വിട്ടുകളഞ്ഞു. കാരണം സദാ ആ ഭാവത്തിൽ ഇരിക്കുന്നവർ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ സ്മരണം വേണമെങ്കിൽ എന്ത് വേണം? നിത്യശ്രവണ കീർത്തന സംസ്കാരം നമുക്ക് ഉണ്ടായിരിക്കണം നമ്മുടെ വീട്ടില് അല്ലെ. നമ്മളത് ചെയ്യണം. എല്ലാ കർമ്മങ്ങളും അപ്പോൾ ഈശ്വരീയമായിട്ട് തീരും. നാലാമത്തത് എന്താ? പാദസേവനം. എന്താണ് പാദസേവനം? ഗർഭത്തിൽ കിടന്ന് കേട്ട പ്രഹ്ലാദൻ എന്താണ് ആ ഒരു ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണിത്. തന്റെ ആ ഒരു പ്രഹ്ലാദനെ ഹിരണ്യകശിപു ഒരു എന്താ പറയാ ഒരു പാഠശാലയിൽ വിട്ടപ്പോ തന്റെ കൊച്ചു കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രവണം കീർത്തനം ശംഭോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഒരു കൊച്ചുകുട്ടി പറഞ്ഞതാണ്. ഈ കുട്ടി എവിടെ കടന്നു കേട്ടു? കയാതുവിന്റെ ഗർഭത്തിൽ കടന്ന് കേട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. സ്മരണം എന്ന് പറഞ്ഞാൽ നിരന്തരമാകുമ്പോൾ ആ പാദത്തെ സേവിക്കാൻ നമ്മൾ തുടങ്ങും. എന്താണ് പാദം? നമ്മൾ പാദം എന്ന് പറയുമ്പോൾ അത് വിഗ്രഹങ്ങള്, മനുഷ്യനിർമ്മിതമായിരിക്കുന്ന വിഗ്രഹങ്ങളുടെ പാദങ്ങളാണോ? അല്ല. വേദം പറയുന്നു, പുരുഷ സൂക്തത്തിൽ പറയുന്ന എന്താണ്? സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. ഋക്ക് യജുർ സാമവേദങ്ങളിൽ ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഒരു സൂക്തത്തെയാണ് നമ്മൾ പുരുഷ സൂക്തം എന്ന് പറയുന്നത്. അപ്പൊ ആ പുരുഷ സൂക്തം പറയുന്നു 1000 കണ്ണുകള്, 1000 പാദങ്ങള്, 1000 തലകള് അല്ലെ. വേദമന്ത്രങ്ങള് വാച്യാർത്ഥമല്ല പറയുന്നത്, ലക്ഷ്യാർത്ഥമാണ്. അപ്പൊ സഹസ്രം എന്ന് പറഞ്ഞാൽ അനന്തം, ഇൻഫിനിറ്റ് എന്നർത്ഥം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാലുകളും കൈകളും കണ്ണുകളും മുഖങ്ങളും എല്ലാം ഭഗവാന്റെയാണ്. ഇത് മനസ്സിലായാല് അത് നമുക്ക് ഏത് കാലുകളാണെന്ന് നമുക്ക് മനസ്സിലാവും. പാദസേവനം എന്തിനാണ്? കാരണം എല്ലാവരുടെ ക്ലേശവും ദുഃഖവും ഉണ്ടായി അവിടെയുള്ള ആ ഒരു സേവനം അല്ലെ, നല്ല പോലെയുള്ള ആ ഒരു സുഖം എന്ന് പറഞ്ഞാൽ എന്താ? സു എന്ന് പറഞ്ഞാൽ നല്ല പോലെ, ഖം എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പോ ആ ഒരു നമ്മളിൽ ഉൾക്കൊള്ളാൻ ഉള്ള ഒരു ഇടം കൂടി വരുന്നതാണ് സുഖം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ദുഃഖവും ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഉള്ളിൽ ആകാശമുണ്ട്. കാരണം ഇത് രണ്ടും നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. പണം കൊണ്ട് മാത്രമല്ല, നല്ല വാക്ക്, നല്ല തലോടല്, നല്ല പുഞ്ചിരി, ഇതെല്ലാം തന്നെ സേവയാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ഈശ്വരൻ. ഈശാവാസ്യമിതം സർവം. ഈ സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാല് എല്ലാറ്റിനും പ്രകൃതിയിൽ എല്ലാരോടും സഹായം ചെയ്യുക, പ്രകൃതിയെ സ്നേഹിക്കുക, പഞ്ചഭൂതങ്ങളെ സ്നേഹിക്കുക, ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ശരിക്ക് ആ ഒരു ഈശ്വര സേവ എന്താണ്, ഈശ്വരൻ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ ഈ ചെറിയമായിരിക്കുന്ന നമ്മുടെ ആ ഒരു ലിമിറ്റഡ് ആയിരിക്കുന്ന മനസ്സ് വലുതാകാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഈ വ്യക്തി എന്താണ്? ആ വ്യക്തി 5ാമത്തെ തലത്തിലേക്ക് കടക്കും. അതിനെയാണ് നമ്മൾ അർച്ചനം എന്ന് പറയുന്നത് അല്ലെ. ആ അർച്ചനം എന്ന് പറഞ്ഞാല് ഈ കാണുന്നതെല്ലാം ഭഗവാന്റെ വിഭൂതിയാണെന്നറിഞ്ഞ് അർച്ചന തുടങ്ങുകയാണ് നമ്മള്. ആദ്യം എന്താണ് അർച്ചിച്ചത്? പത്രം, പുഷ്പം, ഫലം, തോയം അല്ലെ. പക്ഷെ സൂക്ഷ്മ വിചാരത്തിലൂടെ ഇതാണോ വേണ്ടതെന്ന് നമുക്ക് തോന്നലുണ്ടാകും. ഈ ബാഹ്യ അർച്ചനകളെല്ലാം നമ്മുടെ നിന്ന് കൊഴിഞ്ഞു പോകും. ഒരു പൂവ് തന്നെ ആ ഒരു എന്താ പറയാ അകത്തേക്ക് അമർത്തുന്ന സമ്മർദ്ദത്തെ ആ ഒരു മൃദുലമായ ദളങ്ങൾ കൊണ്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വായുവിനെ വകഞ്ഞു മാറ്റി വിടരുന്നത്. ഒരു പൂ വിടരാൻ അതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അത് കാറ്റിൽ ഇങ്ങനെ ആടി ആടി നിൽക്കും അല്ലെ. വണ്ട് വന്നിരുന്നാൽ അത് പൊഴിഞ്ഞു പോകുന്നില്ല. എന്നാൽ കായ് രൂപപ്പെടുന്നതോടെ എന്താ? അത് ഇതളുകൾ കൊഴിഞ്ഞു പോകുന്നു. വീണ്ടും അതിനകത്തൊരു കായ് പാകമാകുന്നു. അത് പുറത്തേക്ക് അതിന്റെ പുറത്തേക്കുള്ള തൊലിയും പൊട്ടിപ്പോകും. ഇത് പ്രകൃതിയുടെ പ്രപഞ്ച നിയമമാണ് അല്ലെ. പ്രപഞ്ച നിയമങ്ങളെല്ലാം എന്താ? അലംഘനീയമാണ്. മനുഷ്യനത് മാറ്റാൻ സാധ്യമല്ല. അതുപോലെയാണ് ഈ അർച്ചനകളും സാധനകളും എല്ലാം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത്. സ്വാഭാവികമായിട്ട് അത് കൊഴിഞ്ഞു പോണം. നിർബന്ധമായിട്ട് ഒന്നും ചെയ്യരുത്. കാരണം എന്താ? നിർബന്ധമായിട്ട് ചെയ്യുമ്പോൾ വേദനിക്കും. ഈ ലോകത്തിലെ സകല ജലരാശിയും ഉണ്ടാക്കിയത് ഭഗവാനാണ് അല്ലെ. അപ്പൊ നമ്മൾ ജലമെടുത്ത് ഭഗവാന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ പുഷ്പവാടിയുടെയും അധിപനാരാ? ഭഗവാനാണ്, അമ്മയാണ് ഇല്ലേ. ആ ഭഗവാനാണ് നമ്മൾ ഒരു പൂവെടുത്ത് കൊടുക്കുന്നത് നമ്മുടേതാണെന്ന് ചിന്തിച്ച്. ഈ ചിന്തയിൽ എന്താ പറയാ, ഈ ചിന്തയിൽ പിന്നെ എന്താണ് നമ്മൾ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ തന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കണു. ഇതിനെയാണ് നമ്മൾ ആത്മാർച്ചനം. ആത്മാവാകുന്ന പുഷ്പം, നമ്മുടെ മനസ്സാകുന്ന പുഷ്പം അല്ലെ. ആ ഒരു അഷ്ടദള പത്മത്തില്
ആ ഹൃദയ കുഹരത്തില്, ഹൃദയ മധ്യത്തിൽ ഇരിക്കുന്ന ഭഗവാന് നമ്മുടെ മനസ്സിനെ തന്നെ അർച്ചന ചെയ്യുകയാണ്. അപ്പോ ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു ആ, ഈ ആത്മാർച്ചനത്തെയാണ് നമ്മൾ ഈ തലത്തില് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പറയാം, ഇതിനെയാണ് നമ്മൾ പരമമായ ഭക്തിയിൽ എത്തി എന്ന് പറഞ്ഞത്. അല്ലാതെ പ്രപഞ്ച വസ്തുക്കളെ കൊടുക്കുന്നതോ പ്രപഞ്ച എല്ലാത്തിന്റെ അധിപനായിരിക്കുന്ന ഭഗവാന് നമ്മൾ ഇവിടുന്ന് എടുത്ത് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ആ തലത്തിൽ എത്തുമ്പോൾ അത് യഥാർത്ഥ ഭക്തിയായി മാറിക്കഴിഞ്ഞു. അങ്ങനെ ഈ 5 പടികളിലൂടെ ആ പരാഭക്തിയിലേക്ക് നമ്മൾ ഉയരണം. ഇപ്പൊ കഴിഞ്ഞ 5 പടികൾ എന്തൊക്കെയാ? അപരാഭക്തിയാണ് അല്ലെ? ഈ സാധകൻ 5 പടികളെ പിന്നിട്ട്, അതായത് ആ ഒരു 3 ഭാവങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വന്ദനം, ദാസ്യം, സഖ്യം. ഇനി ഒരു പരാഭക്തന്റെ 3 ഘട്ടങ്ങളിലോട്ട് കടക്കുകയാണ്, ഒരു മാറ്റം സംഭവിക്കുകയാണ്. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനായി കണ്ട് നമ്മൾ വന്ദിക്കുകയാണ്. ആ പുരുഷൈവ ഏവം സർവം. അപ്പോ ആത്മൈവ ഏവം സർവം, നാരായണ സർവമിതി അല്ലെ? ഈശാവാസ്യം ഇതം സർവം, സർവം ഖലുവിതം ബ്രഹ്മ. അപ്പൊ നമ്മളിങ്ങനെ എല്ലായിടത്തും ഈശ്വരനെ കണ്ട് ഒരേ സത്യത്തെ നമ്മൾ പലതിലൂടെ കാണപ്പെടുന്നു അല്ലെ? എല്ലാം ഈശ്വരനാണ്. എല്ലാറ്റിനെയും വന്ദിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ ഭഗവാന്റെ സഖ്യഭാവത്തിൽ കഴിയാം. ആ ഒരു അന്യത്വം ഇല്ലാതെ നമുക്ക് മറ്റൊരു തലം, അതായത് ഇനി ദാസ്യഭാവം. ഇത് കഴിഞ്ഞ അടുത്ത ഭാവം എന്താണ്? ദാസ്യഭാവമാണ് അല്ലെ? ഭഗവാൻ യജമാനൻ, ഞാൻ ദാസൻ. അപ്പൊ ഈ 3 തലവും പരാഭക്തിയുടേതാണെന്ന് നമുക്ക് പറയാം. കാരണം അവരവർക്ക് ആ ഇണങ്ങുന്നത് സ്വീകരിച്ച് നമുക്ക് ആനന്ദമായി കഴിയാം. ഇത് 3ഉം പ്രകടമായിട്ടുള്ളതാ ശരിക്കും പറഞ്ഞാല് ആ ഒരു ശ്രീരാമകൃഷ്ണ പരമഹംസരിലാണ്. ഈ 3 നമുക്ക് പറയാൻ സാധിക്കും. കാരണം അർച്ചകനായ ഒരു പൂജകനായിട്ട് വന്നു. അവിടുത്തെ ആ ഒരു അനുയായി സഹോദരന്റെ മരണശേഷം ആ ഒരു രാസാമണിയുടെ കാളി ക്ഷേത്രത്തിലെ പൂജകനായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ, അതായത് ഗദാധരൻ എന്ന് പറഞ്ഞ ആ ഒരു പൂജകൻ വന്നു ചേരുകയാണ്. അദ്ദേഹം പിന്നെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസനായിട്ട് തീർന്നത്. വളരെ ശ്രദ്ധയോടെ പൂജകൾ ചെയ്തു അവിടെ. അദ്ദേഹം ചെയ്യുന്ന പൂജകൾ കാണാൻ തന്നെ വളരെ ഭംഗിയായിരുന്നു. കാലം മുന്നോട്ട് പോയി. ആ ഒരു ദേവിയെ പൂജിക്കുന്നതിന് പകരം തന്നെ പൂജിക്കാൻ തുടങ്ങി. പ്രസാദം തനിയെ കഴിച്ചു. ആ ദ്വൈതഭാവം തന്നെ വിട്ടുപോയി. പിന്നെ പൂജകളെല്ലാം തന്നെ പറയാ, തനിക്ക് വേണ്ടി ആ ഒരു തനിക്കായി മാറിയത്. അപ്പൊ അത് വിധിവിധാനമായ എല്ലാം കൊഴിഞ്ഞുപോയി എന്നർത്ഥം. അർച്ചകനായി വന്ദിച്ചു, സഖാവായി ദാസ്യഭാവം കഴിഞ്ഞു. എല്ലാറ്റിലും അങ്ങനെ കൊഴിഞ്ഞ് ഓരോ സ്റ്റെപ്പും കഴിഞ്ഞ് വ്യക്തിഗതമായിരിക്കുന്ന ഭാവം മുഴുവനും നഷ്ടപ്പെട്ടപ്പോ ആ ഒരു അവസാനത്തെ തലത്തിലെത്തി ആത്മനിവേദനം. കേവലം ഈ ഒരു ശരീരത്തിന്റെ ആ ഒരു ആത്മഭാവം മാത്രം അവശേഷിച്ചു. പരമമായിരിക്കുന്ന ആത്മസാക്ഷാത്കാരം ഇതാണ്. അപ്പൊ ഒരു കൃതാർത്ഥതയായിരിക്കുന്ന ഒരു കൈവല്യ മുക്തി എന്ന് നമുക്കിതിനെ പറയാം. ഈ പരാഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്നെ അറിയാൻ, ആ എന്നിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഭഗവാൻ ഗീതയിൽ പറയുന്നു, അപ്പോ തുടക്കത്തിൽ ഏത് ആനന്ദഭാവത്തെ തേടിയാണോ നീ യാത്ര തുടങ്ങിയത്, ആ ആനന്ദ സ്വരൂപനായിട്ട് നീ മാറുന്ന ആ ഒരു വഴിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നമ്മൾ എവിടെ തുടങ്ങി? നമ്മൾ ഒരു അന്വേഷകനായിട്ട്, സാധകനായിട്ട്, ഉപാസനാ മാർഗത്തിലൂടെ, ഭക്തിയിലൂടെ നമ്മൾ യാത്ര അകത്തേക്ക് സഞ്ചരിച്ച് നമ്മൾ എവിടെ എത്തിച്ചേർന്നു? നമ്മുടെ സ്വരൂപം എന്ന് പറയുന്ന ആ ഗർഭഗൃഹത്തിലേക്ക്, ഭഗവാനായി തീരുന്ന ആ കൈവല്യ മുക്തിയിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പൊ അജ്ഞാന ആവരണങ്ങള് എല്ലാം തന്നെ തനിയെ കൊഴിഞ്ഞുപോയി. ഭക്തിയെക്കുറിച്ച് വേറൊന്നും നമുക്ക് പറയാനില്ല. കാരണം എന്താണ്? കാരണം ആ ഒരു ആനന്ദം, ആ ഒരു എല്ലാവരും നമ്മൾ ആനന്ദത്തെ തേടിയാണ് നടക്കുന്നത് അല്ലെ? കാരണം ആ ഒരു ഗുഹ്യമായതില് ആ ഒരു ഞാൻ എന്ന മൗനിയാണ് ഭഗവാൻ. ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന ഗുരു നമുക്കറിയാം മൗനത്തിലൂടെയാണ് ഈ തത്വം നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ? മൗന വ്യാഖ്യ പ്രകടിത പരബ്രഹ്മ തത്വം യുവാനം. അപ്പൊ മൗന ഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും അത് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ആരാണെന്ന് അറിയുന്നത്, അതാണ് ജ്ഞാനം. അതിൽ ശരണാഗതി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. ജീവിതത്തിലെ 2 കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതൊക്കെയെന്ന് ചോദിച്ചാല്, ഒന്ന് പ്രിയം, ഒന്ന് ഹിതം. ഇപ്പൊ ലോകത്തിൽ പ്രിയപ്പെട്ടതെല്ലാം പ്രിയം അല്ലെ? നമുക്ക് എന്തൊക്കെയാണോ നല്ലത് അത് ഹിതം. ഒരു പ്രമേഹ രോഗിയോട് നമ്മൾ ഒരു പ്രാവശ്യം മാത്രം എന്ന് പറയുന്ന അത് പ്രമേഹ രോഗിക്ക് നമുക്ക് മധുരം കഴിക്കാൻ പാടില്ല എന്നറിയാം. അപ്പോ ആ ഒരു പ്രാവശ്യം മാത്രം എന്ന് പറയുന്നത് അത് പ്രിയമാണോ? അല്ല. കാരണം എന്താണ്? ഏത് നല്ലതോ അത് അതിലെത്തിക്കണം നമുക്ക്. അപ്പം യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് എന്താ? ഹിതമായത് കൊടുക്കലാണ്. ഇപ്പൊ യോഗ വാസിഷ്ഠത്തില് വസിഷ്ഠൻ പറയുന്നത് എന്താണ്? ഈ ലോകത്തില് പക്ഷികളും മൃഗങ്ങളും മരങ്ങളും ജീവിക്കുന്നു.
പക്ഷേ മനനം എന്നത് മനുഷ്യന് മാത്രമുള്ളതാണ്. എന്താണ് മനനം? സാധാരണ ലൗകിക ചിന്തകളെല്ലാം നമുക്ക് തോട്ട്സ് എന്ന് പറയാം. അത് നമുക്ക് മനനം എന്ന് പറയാൻ പറ്റില്ല. എന്താണ് മനനം എന്ന് പറയുന്നത് ചോദിച്ചാല് നമുക്ക് ഹിതമായിരിക്കുന്നതിനെ ചിന്തിക്കുക. ഹിതം എന്ന് പറഞ്ഞാൽ എന്താ? യോഗാനുശാസനം. കാരണം ആ ഒരു അമൃതം പരിത്യജ്യ വിഷം പിബന്തി. അപ്പൊ നമ്മൾ സാധാരണ നമ്മളെല്ലാം പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്നില്ല, ഇതിനെ അറിയുന്നില്ല, അല്ലെ? അപ്പൊ നമുക്ക് ഹിതമായത് എന്താ? ആ ഹിതം എന്ന് പറഞ്ഞാല് നമ്മുടെ ആത്മാവിന്റെ ഉയർച്ചയ്ക്ക്, ആത്മാവിനെ അറിയുന്നതിന് വേണ്ടി ഉള്ള എന്ത് കർമ്മമാണോ അത്. സാധാരണ നമ്മൾ അമൃതത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് വിഷമാണ് ഈ ലോക സംസാരം എന്ന് പറയുന്ന വിഷമാണ്. അതാണ് വിഷം പിബന്തി എന്ന് പറയുന്നത്. ധർമ്മം പ്രസംഗാത് ധർമ്മത്തിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ആ ശരിക്കും പറഞ്ഞാല് പാപം പ്രായേണ സമാചരേത്. നമ്മൾ പാപമാണ് ആചരിക്കുന്നത്. ആശ്ചര്യമേതത് മനുഷ്യലോകെ. വ്യാസൻ പറഞ്ഞാണിത്. ഇത് മനുഷ്യന്റെ കാര്യം വളരെ അതിശയാണ്. അമൃതം വേണമെന്ന് പറഞ്ഞിട്ട് വിഷം കുടിക്കുന്നു. നല്ലത് ചെയ്യണം, പ്രസംഗത്തിലെല്ലാം പറയുന്നു, ധർമ്മത്തെ കുറിച്ച് പറയുന്നു, പക്ഷെ പാപമാണ് അവൻ ചെയ്യുന്നത്. എന്താണ് മനുഷ്യൻ? ഇത് ആശ്ചര്യവത്, ഇത് വളരെ ആശ്ചര്യമായിരിക്കണു. മനുഷ്യലോകം ഇങ്ങനെയാണ്. അമൃതം കളഞ്ഞിട്ട് വിഷം വാങ്ങി കഴിക്കണു. അധർമ്മം ഇഷ്ടത്തോടെ ചെയ്യണു. അപ്പൊ ധർമ്മം ഫ്രീ ആയിട്ട് കിട്ടിയാലും ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്? ആത്മൈവ ആത്മനോ ബന്ധുഹു. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആ സത്യത്തെ തിരിച്ചറിയുന്നത്. എന്താണ്? ആ ആത്മാവാണ്. ആത്മൈവ രിപുരാത്മനഃ. അപ്പൊ ശ്രേയസ്സും പ്രേയസ്സും രണ്ടും വന്ന് നിൽക്കും. പ്രേയസ് ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും മനസ്സിനും പിടിക്കും. എന്നാൽ ശ്രേയസ് ആണെങ്കിലോ ശാസ്ത്രങ്ങള് അനുശാസിച്ച് പറയണു, അത് ചെയ്തു നോക്കിയാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. ഋഷിമുനിമാര് എല്ലാം നമ്മുടെ ഹിതം, അതായത് ശ്രേയസിന് വേണ്ടിയിട്ടുള്ള വഴികളാണ് കാണിച്ചു തരുന്നത്. എന്താണ്? ഭദ്രം കർണേഭി ശൃണുയാമ ദേവഹ. ചിലപ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ഒരു അനുഗ്രഹം, എനിക്കിത് വേണം, ശാന്തി വേണം, എന്നെ അറിയണം, അതിനാണ് ഞാൻ ഈ ഒരു ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നത്. വളരെ അനേക ജന്മങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യന്റെ മനസ്സിൽ അത് ഉണ്ടാവുള്ളൂ. വല്ലാത്തൊരു വേദന. ഈ സത്യത്തെ സാക്ഷാത്കരിക്കണം. അതുവരെ എരിവരി കൊള്ളുന്ന ഒരാത്മാവ്. അതിനെയാണ് നമ്മൾ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രകർഷേണ ഉള്ള അർത്ഥന, അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എന്താ? ആരോ എഴുതിയത് വെറുതെ നമ്മള് എന്താ പറയാ, വെറുതെ വായിക്കുന്നത്, അതിനെയാണ് പ്രാർത്ഥന, അല്ലെ? ആ ഒന്നും ഉള്ളിൽ അവനവനെ ആര് തടഞ്ഞാലും, ആ ഒരു പ്രഹ്ലാദനെ പോലെ സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി ഹിരണ്യകശിപു തടഞ്ഞിട്ടും ആ ഒരു ശക്തിയായി അതിനെ മാറ്റിക്കൊണ്ട് ഈശ്വരനാണ് അവതാരം എന്ന് പറഞ്ഞു പോയ കുട്ടിക്ക് എന്താ? ഈശ്വരൻ അവതാരം എടുത്ത് തൂണ് പിളർന്നു വന്ന് ആ കുട്ടിയെ രക്ഷിച്ചു, ഇല്ലേ? അതാണ് ആത്മാവിന്റെ ആത്മദർശന പ്രാർത്ഥന എന്ന് പറയുന്നത്. തന്റെ സ്വരൂപത്തെ അറിയണം, അതിനെ ലക്ഷ്യമായിട്ട് ഒരു സങ്കല്പം എടുക്കണം. ഇതിനെയാണ് നമ്മള് ആ ഒരു ഭഗവാനെ വരിക്കണം. ഇപ്പൊ വധു ആ ഒരു ജീവാത്മാവാണ്. വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈശ്വരനാണ്. ഇപ്പൊ ബാക്കി എല്ലാറ്റിലും നമുക്ക് ദുഃഖമാണ്, നഷ്ടപ്പെടുന്നതാണ്, അല്ലേ? അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണപ്പെടുന്ന എല്ലാം തന്നെ താൽക്കാലികം മാത്രമാണ്. അപ്പൊ എനിക്കും ശാശ്വതമായിരിക്കുന്ന സുഖം വേണം. ആ ഒരു സൂര്യോദയത്തിന് മുമ്പ് ഇരുളുണ്ടാകും. അപ്പൊ മുമുക്ഷു എല്ലാത്തിലും ദുഃഖം കാണും. അതില്ലാതെ ആ ഇല്ലാത്തത് എന്താണെന്ന് അവൻ അന്വേഷിക്കും. ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷാനുദർശനം. ഉള്ളിൽ ഒരു സത്യം മനസ്സിലാകും. അപ്പോ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകും, തന്റെ ശരീരം പോലും നഷ്ടപ്പെടും. ഇതറിഞ്ഞാലും എന്താ ചെയ്യുക? പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കണ പോലെ എല്ലാം കാണാതെ എന്ത് ദുഃഖം വന്നാലും അതെല്ലാം മറന്ന് വീണ്ടും സന്തോഷമായിട്ടിരിക്കും. ഇതാണ് മനുഷ്യ സ്വഭാവം. ഇതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സത്സംഗം, സദ്ഗ്രന്ഥം, ഗുരു എല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തന്നാലും ചിലപ്പോ നമുക്കതില് രുചിയില്ലാതിരിക്കും, അല്ലെ? പക്ഷേ പാകമാകുമ്പോ എന്ത് ബാഹ്യ പ്രകടനങ്ങൾ ഉണ്ടെങ്കിലും ആ ശാന്തിയാകുന്ന ഭഗവതി ആ ഒരു ശക്തമായിരിക്കുന്ന ആകർഷണത്തിലൂടെ അനുഗ്രഹ രൂപത്തിൽ നമ്മുടെ അടുത്ത് വന്നു ചേരും, ഉറപ്പാണ്. ഇപ്പൊ മരണത്തെ മുന്നിൽ കാണുമ്പോ മരണമല്ലാത്ത അവസ്ഥയെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുക. പരീക്ഷത്തിന് 7 ദിവസം മരണത്തിന് ഉണ്ടെന്നറിഞ്ഞപ്പോ എന്താ ശുഖബ്രഹ്മർഷിയുടെ മുമ്പിൽ ഇരിക്കാൻ കാരണം എന്താ? മരണഭയം അല്ല. കാരണം മരണത്തിനപ്പുറത്ത് എന്തുണ്ട്, എനിക്കത് സാക്ഷാത്കരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അതുപോലെ ഒരു സാധകന് ഈശ്വരനോടുള്ള ഭക്തി, ആ ഒരു ജനന മരണ ഭയം, സംസാര ഭയം, ഇത് നമ്മെ എന്താ സത്സംഗത്തിൽ എത്തിക്കുമ്പോ ആ ഭയത്തെ എന്താ പറയാ, പൂർണ്ണമായിട്ട് ഭയത്തെ കൊടുക്കും അത്. സാധകൻ എന്നാൽ എന്താ? അവനവന്റെ ആ ഒരു ലക്ഷ്യം ഭഗവാനെ അറിയണം, ആ ഒരു ഭഗവത് സാക്ഷാത്കാരത്തെ അടയണം. ഈ സങ്കല്പമാണ് നമ്മുടെ ആ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങളെ ഉണ്ടാക്കുന്നത്.
അപ്പോ പൂർണ്ണത്വാത് പുരുഷഃ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ സങ്കല്പമാണ് നമ്മുടെ ശിവസങ്കല്പം, മംഗളകരമായിരിക്കുന്ന സങ്കല്പം. ഇതുണ്ടെങ്കിൽ ഏത് വയസ്സിലും നമുക്കിത് സാധ്യമാകും. അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ ഹിതം ചെയ്യണം. ഈ ലക്ഷ്യത്തെ ഉറപ്പിക്കണം. ആ ബ്രഹ്മസ്വരൂപമാണ് ആനന്ദം. കുറവില്ലാത്തതാണത്, പൂർണ്ണമാണ്. ഒരു ദ്വീപ് മാതിരി ദേവി അവിടെയാണ് ഇരിക്കുന്നത്. എവിടെയാണ് നമ്മുടെ അമ്മ ഇരിക്കുന്നത്? ആ ലോകേശ്വരിയായിരിക്കുന്ന ജഗദംബികയായിരിക്കുന്ന സാക്ഷാൽ പരാശക്തി ഇരിക്കുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ് മണിദ്വീപ്. അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് ചിന്താമണി ഗൃഹം, മണിദ്വീപ്. ഇത് നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി എല്ലാം എവിടെയാണ്? ആ ഒരു സംസാരമാകുന്ന സാഗരത്തിൽ അതെല്ലാം വന്നു പോകുന്ന ആ ഒരു വന്നു പോകുന്നതാണ് ഭഗവതി ഇരിക്കുന്ന ആ ചിന്താമണി ദ്വീപില്. ഐലൻഡ്, ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ലാൻഡ്, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ ഞാൻ എന്ന സത്യവസ്തു ഇരിക്കുന്ന സ്ഥലം, അതാണ് ഐലൻഡ് എന്ന് പറയുന്നത്, അല്ലേ? ദ്വീപ്. അപ്പൊ തന്നെ അറിഞ്ഞാൽ മാത്രമേ ഈ പൂർണ്ണത നമുക്ക് ലഭിക്കുള്ളൂ. ഈ രണ്ട് വഴികള്, ജ്ഞാനവും ഭക്തിയും. നമ്മളെ പുറത്താണെങ്കിലും ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ ആണെങ്കിൽ നമ്മള് ഉണ്ടെങ്കിൽ കൂടെ രക്ഷിക്കാൻ എന്താ വേണ്ടത്? അവരൊക്കെ നമുക്ക് പുറത്തുണ്ടാകും, ഇല്ല എന്ന് പറയണില്ല. പക്ഷേ ഈ ഭഗവതിക്ക് മാത്രം, ഈ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി, ഈശ്വരൻ, അവർക്ക് ആ സത്യത്തിന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധ്യമാകൂ. ഇതിനാണ് നമ്മൾ ഈശ്വരാധീനം, ബ്ലസ്സിങ്, അനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. പാണ്ഡവരെ നശിക്കട്ടെ എന്ന് പറഞ്ഞ് അശ്വത്ഥാമാവ് വിട്ട ബ്രഹ്മാസ്ത്രം എന്താ പറ്റിയത്? ഉത്തരയുടെ ഗർഭത്തിലെ ശിശുവിനെ ആ ഒരു എന്താ പറയാ, ആ പൂർണ്ണമായിട്ട് സംരക്ഷിച്ചു, ഇല്ലേ? അപ്പോ രക്ഷിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നിട്ടും കൃഷ്ണന്റെ മുമ്പിലാണ് അഭയം യാചിച്ചത്, അല്ലെ? അപ്പൊ ജന്മത്തോടും ആ ഒരു എന്താ പറയാ, ജന്മത്തെയും നമ്മൾ മൃത്യുവിനെയും അറിയുന്നത് ആരാണ്? ഇത് രണ്ടും അറിയുന്ന ഒറ്റ ആളേ ഉള്ളൂ, ഭഗവാൻ. അപ്പൊ ഉത്പത്തി, പ്രളയം, എന്താ പറയാ, ആ ഒരു എന്താ പറയാ, ആഗമം ഇല്ലെങ്കിൽ ആഗമ ഗതികള് എല്ലാം, വിദ്യ, അവിദ്യ എല്ലാം തന്നെ ഭഗവാന് മാത്രം അറിയുന്ന സത്യങ്ങളാണ്. വിദ്യാം അവിദ്യാനാം ചൈവ വാച്യോ ഭഗവാൻ ഇതി. അപ്പോ നമുക്ക് ഡോക്ടർ നമ്മളെ രക്ഷിക്കാമെന്ന് പറയുമ്പോൾ എന്താ? ഭഗവാൻ ചിരിച്ചു. രണ്ട് സമയത്താണ് ഭഗവാൻ, രണ്ട് മൂന്ന് സമയത്ത് ഭഗവാൻ ചിരിച്ചെന്ന് പറയാറുണ്ട്, അല്ലേ? നമ്മള് സാധാരണഗതിയിൽ ഒരു എന്താ പറയാ, ഒരു പ്രോവർബായിട്ട് പറയാറുണ്ട്, ഭഗവാൻ ചിരിക്കുന്ന സമയം എപ്പോഴാണ്? ഒരു ഡോക്ടർ ഒരു രോഗിയോട് പറയുന്നു ഞാൻ രക്ഷിക്കാം, അപ്പൊ ഭഗവാൻ ചിരിക്കും, അല്ലേ? കാരണം വൈദ്യരാജനും സമസ്ത വൈദ്യനുമായിരിക്കുന്ന ആ ഒരു യമരാജ സഹോദരൻ, അല്ലെ, മൃത്യുലോകത്തിൽ ഓടി നടക്കണമെന്നർത്ഥം. കാരണം വൈദ്യരാജനെ നമസ്തുഭ്യം പറഞ്ഞിട്ട് ആ ഒരു യമരാജൻ നടക്കുകയാണ്. വൈദ്യരാജൻ ആരാ? സാക്ഷാൽ ഭഗവാൻ ശിവൻ, അല്ലേ? അപ്പോ ശരീരത്തിന്റെ മറ്റൊരു പേര് മരണം എന്നാണ്. മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം നമ്മുടെ ശരിക്കും പറഞ്ഞാല് ആ ഒരു ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാല് നമ്മുടെ ഫസ്റ്റ് ശ്രാദ്ധം എന്നാ പറയുന്നത്. ഓരോ ദിവസവും നമ്മൾ എപ്പോഴാ മരണത്തിൽ അടുത്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജനനം മുതൽ മരണം വരെ ഒരു യാത്രയാണ്. നമ്മുടെ ഡെസ്റ്റിനി എന്താണ്? ഈ ഭൂമിയിലേക്ക് ശരീരം വന്നിരിക്കുന്നത് ഒരു യാത്ര ചെയ്യാനാണ്. അത് എവിടെയാ അവസാനിക്കുന്നത്? മരണത്തില്, അല്ലെ? ഓരോ ദിവസവും മരണം അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജ്ഞാനജലം ഉള്ളിൽ വരുമ്പോ ആ ഒരു ബ്രഹ്മ നിർവാണമാകുന്ന അമൃതജലം മാത്രമാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത്. അപ്പൊ മരണഭയത്തിലൂടെ ഭഗവത് ചരണത്തെ നമ്മൾ നേടുകയാണ്. നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന കോട്ട, മരണഭയമില്ലാത്ത ആ പരമേശ്വരി മാത്രമാണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ സ്വരൂപമാകുന്ന അന്തർയാമിയായിരിക്കുന്ന മഹേശ്വരൻ അല്ലെങ്കിൽ സദ്ഗുരു, ശിവതത്വം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരാളല്ല, അതൊരു തത്വമാണ്. അത് നമ്മുടെ സ്വരൂപത്തെ കാണിക്കുന്ന കണ്ണാടിയാകുന്ന ഗുരുതത്വമായിട്ട് അത് മാറുന്നത് നമുക്കറിയാൻ പറ്റും. ആ ചരണങ്ങളിൽ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് മരണഭയം ഇല്ലാതെയുള്ളൂ. എന്തിനെ പിടിച്ചാലാണോ ഈ ജീവിതത്തിൽ ആശ്രയം, അതായത് സ്റ്റെബിലിറ്റി, അന്യ ആശ്രയങ്ങളെല്ലാം ത്യജിച്ചിട്ട് വേണം നമ്മൾ ഇവിടെ പിടിക്കാനായിട്ട്. അപ്പൊ നിത്യമായിരിക്കുന്ന ആശ്രയം എന്ന് പറയുന്നത് സ്വസ്വരൂപമാണെന്ന് നമുക്ക് മനസ്സിലാകും. ആ എന്താ പറയാ, ആ ഒരു അത് നമുക്ക് പറഞ്ഞു തരുന്നത് ആരോ അവരുടെ ചരണത്തെ നമ്മൾ ആശ്രയിക്കണം. ശ്രവണം വഴി എന്താ പറയാ, കേട്ടാൽ മാത്രം പോരാ, കേട്ടാൽ തന്നെ നമുക്ക് മൃത്യുവിനെ എന്താ പറയാ, മൃത്യുവിന്റെ പടി നമുക്ക് താണ്ടിപ്പോകാനാകും. രക്ഷമാം, നമ്മൾ എന്താ അമ്മയോട് പറയുന്നത്? അമ്മ എന്നെ രക്ഷിക്കൂ, മാം രക്ഷ, പാഹിമാം, എന്നെ രക്ഷിക്കൂ അമ്മ, എന്നെ എപ്പോഴും കാത്തോളണേ, എന്നെ രക്ഷിക്കണേ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ശ്രീരാമകൃഷ്ണദേവൻ ദേവി മുന്നിലിരിക്കുമ്പോൾ തന്നെ തന്റെ ശിഷ്യര് കേൾക്കാൻ പറയായിരുന്നു, അയ്യയ്യോ ബ്രഹ്മമയി അമ്മേ, അവിടുന്ന് മാത്രമാണ് സത്യം എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയും. കാരണം എന്താ? തങ്ങളുടെ ആ ഒരു ശിഷ്യര് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയെല്ലാം അസത്യമാണ്, ഇതായിരിക്കണം നമ്മുടെയും മന്ത്രം. അപ്പൊ ഇത് മനസ്സിലായി കഴിഞ്ഞാല്
ഈ മിഥ്യാലോകത്ത് ജീവിച്ചാല് ഈ ആ എന്താ പറയാ അസത്യം നമ്മളെ ബാധിക്കുകയില്ല. ഈ ചിന്തയോടെ ഭഗവതിയെ ശരണാഗതി ചെയ്താൽ, ശരണം പ്രാപിച്ച നമ്മുടെ മൃത്യുഭയം അത് നമുക്ക് മനസ്സിലാക്കി തരും. അപ്പൊ ഇല്ലാത്തതിനെയാണ് നമ്മൾ മൃത്യു എന്ന് വിചാരിക്കുന്നത്, ഇല്ലേ? ഞാൻ ഇല്ലാതാകുമോ എന്നുള്ള ഭയം. അപ്പൊ ഇവിടെ എന്താ പറയാ, നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ഞാൻ ഉണ്ടായി ഇല്ലാതാകുന്ന ഒരു വസ്തുവല്ല, അല്ലേ? അപ്പൊ പിന്നെ എന്താ നമുക്ക് അപ്പൊ ആ അറിവ് വരുന്നത്? ഈ ദൃശ്യമായത് എന്ത് നശിച്ചാലും ഞാൻ എന്നിരിക്കുന്ന അവബോധം അത് നമ്മളിൽ ഉണ്ടെങ്കിൽ മരണം ശരീരത്തിനാണ്, മാറുന്ന വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയ ഈ ദേഹത്തിനാണ്, അല്ലെ? ശരിക്കും പറഞ്ഞാല് വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ, വൺസ് യു എക്സ്പീരിയൻസ് ഡെത്ത് യു വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ഇമ്മോർട്ടാലിറ്റി. രാമകൃഷ്ണ പരമഹംസര് ഒരു ഗ്ലാസ് എടുത്തിട്ട് വിവേകാനന്ദനോട് ചോദിച്ചു, ഇതില് അമൃതമാണെന്ന് സങ്കല്പിക്ക്, നീ ഒരു വണ്ടാണ്, എങ്ങനെ നീ ഇത് കഴിക്കുന്നു ചോദിച്ചു. വിവേകാനന്ദ സ്വാമി പറഞ്ഞു, ഗ്ലാസിന്റെ വക്കിലിരുന്ന് കുറച്ചു കുറച്ചായിട്ട് കഴിക്കും. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു, ആ ഒരു മായാശക്തി ശരിക്കും പറഞ്ഞാല് അതിലോട്ട് കുതിച്ച് നിനക്ക് എന്താ പറയാ വീണിട്ട് നിനക്ക് അമൃതത്വം തേടിക്കൂടെ, അല്ലെ? യു ഹാവ് ടു മേർജ് ഇൻ ടു ദാറ്റ് ഇമ്മോർട്ടാലിറ്റി. ഗൗഡപാദര് പറയും, എങ്ങനെയാണോ എങ്ങനെയാണോ ഭയപ്പെടേണ്ട അതിനെ കണ്ട് ഭയമില്ലാതിരിക്കുന്നത്, എന്തിനെയാണോ ഭയക്കേണ്ടാത്തത് അതിനെ ഭയപ്പെടുകയാണ് നമ്മള്. നരസിംഹസ്വാമിയെ കണ്ട് തുറന്ന വായും ആ വലിയ ദംഷ്ട്രങ്ങളും ഒക്കെ കണ്ട് എല്ലാവരും ഭയന്ന് മാറി നിന്നപ്പോ പ്രഹ്ലാദൻ, കൊച്ചുകുട്ടിയാണല്ലേ, ആ പ്രഹ്ലാദൻ മാത്രം അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങയെ കണ്ട് എനിക്ക് ഭയമില്ല, എന്റെ നിവൃത്തി സ്ഥാനം, അതായത് എന്റെ അഭയസ്ഥാനം അങ്ങാണ്. ഈ സംസാര ചക്രത്തെയാണ് നമ്മൾ ഭയം എന്ന് പറയുന്നത്. അപ്പൊ എന്നെ ചുഴറ്റുന്നത് എന്താണ്? ഈ സംസാരമാണ്, അല്ലെ? എന്റെ ആ ഒരു ആശ്രയ സ്ഥാനം അങ്ങാണ്. എല്ലാവർക്കും ആ ഒരു സ്പിരിച്വാലിറ്റിയെ ആണ് ഭയം. കാരണം സുഖവസ്തുക്കളെ അനുഭവിക്കാതെ പൊയ്ക്കളയുമോ, അല്ലെ? പ്രായം അവസാനിച്ചാലും നമുക്ക് ഭയമാണ്. കാരണം നമ്മൾ നശിച്ചു പോകുന്നതിനെ കുറിച്ചാണ് ഈ അമിത വിശ്വാസം വെച്ചിരിക്കുന്നത്. ഇതിനെയാണ് ഇത് ഭഗവാൻ പറയുന്നത്, ആ ഒരു യന്ത്രാരൂഢാനി മായയാ. നമ്മളെ എല്ലാവരും യന്ത്രത്തിൽ കയറ്റി നമ്മളെ പാവകളെ പോലെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. അപ്പൊ മരണഭയം എന്നാൽ എന്താണ്? അത് എല്ലാം എടുത്തുകൊണ്ട് പോകും, ഇല്ലേ? എന്റെതെല്ലാം എന്നിൽ നിന്ന് തട്ടിപ്പറിക്കും എന്ന ഒരു സത്യത്തെ നമ്മൾ അറിഞ്ഞാലോ, ഒന്നും നമ്മുടേതല്ല. അതല്ലേ സത്യം? ശരിക്കും പറഞ്ഞാല് നമ്മുടേതായിട്ട് എന്താ ഇവിടെ ഉള്ളത്? അപ്പൊ അത് ഒന്ന് ഉറച്ചാൽ മാത്രം മതി. ഈ ഒരു അജ്ഞാനം മാറുന്നതിനെയാണ് നമ്മൾ വിനയത്തോടെ എന്താ പറയുന്നത്, സമിത്പാണിയായി ഗുരുവിന് ശരണാഗതി ചെയ്യുന്നത്, അല്ലെ? ജ്ഞാനികളുടെ ഒരു തത്വദർശികളുടെ പാദ നമസ്കാരങ്ങൾ നമ്മൾ ചെയ്യണം. അവരുടെ അനുഗ്രഹങ്ങൾ, അവർ പറയുന്ന ശാസ്ത്രങ്ങളെ നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം. അജ്ഞാനം മാറി നമുക്ക് അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ ഈശ്വര കടാക്ഷം എന്ന് പറയുന്നത്. ഒരു സദ്ഗുരുവിനെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അനേക ജന്മത്തെ പുണ്യമാണ്. നമുക്ക് സ്വരൂപം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ സ്വരൂപ അജ്ഞാനമാണ് നമുക്ക് ഒരു നല്ല ഗുരുവിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാത്തത്. കാരണം ഇരിക്കുന്ന ഒരെണ്ണം എങ്ങനെ ഇല്ലാതാകും? നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്, അല്ലെ? അപ്പോ ഇത് നമ്മൾ അറിഞ്ഞാൽ പിന്നെ ഒരു ഒരു കേടും നമുക്ക് സംഭവിക്കില്ല. ശരീരം, മനസ്സിലുള്ള കുറവുകൾ എല്ലാം തന്നെ ഇല്ലാതായിട്ട് തീരും. ആ ഒരു ഈഗോലെസ്, ആ ഒരു ബോഡിലെസ്നെസ്, അതായത് മൈൻഡ്ലെസ്നെസ്, ജന്മമില്ലാത്ത അവസ്ഥ, ആനന്ദം, പൂർണ്ണമായിരിക്കുന്ന ആ ഒരു പൂർണ്ണത്വം, ഉപാധി ദോഷങ്ങൾ ഒന്നും നമ്മളെ ബാധിക്കില്ല. അതുകൊണ്ടാണ് ദേവിക്ക് എന്താ പേര്? സർവോപാധി വിനിർമുക്ത. അപ്പൊ ഉള്ളിലെ പൂർണ്ണമായിരിക്കുന്ന ആ ഈശ്വരനെ സദാ അറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ജ്ഞാനികളുടെ ശരീരം എന്ന് പറയുന്നത് ഉപാധിയാണ്. ഉപാധി ദോഷങ്ങൾ ഒന്നും നമ്മൾ നോക്കരുത്. ഉപാധിയാകുന്ന ശരീരത്തിന് വരുന്നതെല്ലാം പ്രാരാബ്ധ കർമ്മങ്ങൾ കൊണ്ടാണ്. അത് എപ്പോൾ തീരുന്നു അത് വീണു പോകും. അപ്പോഴും അവരുടെ മനസ്സ് സദാ ആ ഉണ്മയിൽ രമിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവിനെ അറിഞ്ഞവൻ ആത്മാവായിട്ട് തീരും, ഇല്ലേ? അപ്പൊ ഇത് ആര് തന്നെയാണ് ആ ആത്മ തന്നെയാണെന്ന് നമ്മള് ആ ഒരു എന്താ പറയാ കണ്ണില്ലാതെ കാണുന്നത്, മൂക്കില്ലാതെ മണക്കുന്നത്, ചെവിയില്ലാതെ കേൾക്കുന്നത് എല്ലാം ആത്മാവ് തന്നെയാണെന്ന് ഉറയ്ക്കണം. രാമകൃഷ്ണ പരമഹംസരുടെ ഗുരു തോത്താപുരി എപ്പോഴും ഒരു ചെമ്പ് പാത്രം തുടച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ചോദിക്കുമ്പോ പറയും, എന്നും തുടച്ചില്ലെങ്കിൽ അഴുക്ക് പറ്റുമെന്ന്. അപ്പൊ രാമകൃഷ്ണദേവൻ ചോദിച്ചു, സ്വർണപാത്രമാണെങ്കിലോ എന്ന്. ഒന്നും ചെയ്യണ്ട, അഴുക്ക് പിടിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ മനസ്സ് എന്താവണം? സ്വർണപാത്രമായിട്ട് മാറണം. അപ്പൊ ആത്മാവാണ് ആ ഒരു പരമേശ്വര സ്വഭാവം എന്ന് പറയുന്നത്, ആ പരമേശ്വര സ്വരൂപം. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ആധാരം ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാര് എല്ലാം അഴിയുന്ന പൊരുളിന്റെ ആ ഒരു എന്താ പറയാ പുറകെ അഴിയാത്ത, എല്ലാത്തിന്റെ പുറകില് അഴിയാത്തതായിട്ട് എന്തുണ്ടോ
അതിനെ നമുക്ക് ആത്മാവെന്നറിയൂ. ഇത് കാണാനാണ് ശരിക്കും എന്താ പറയാ, ഇത് കാണുന്നവനെയാണ് നമ്മള് സ്വരൂപദർശി എന്ന് പറയുന്നത്. ഇപ്പൊ ശരീരമുള്ളവനും ആ സത്യം അറിയുമ്പോൾ ശരീരമില്ലാത്തവനായിട്ട് തീരണു അല്ലെ? ഇതറിഞ്ഞാ പിന്നെ എന്താണോ നമ്മുടെ വിധിക്കപ്പെട്ടത് അത് നമ്മൾ സന്തോഷമായിട്ട് സ്വീകരിക്കണം. സന്തോഷമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഈ അറിവുള്ളവരെയാണ് നമ്മൾ പൂർണ്ണൻ അല്ലെങ്കിൽ ബുദ്ധൻ. ഇത് അറിഞ്ഞവന്റെ ഉള്ളിൽ നിന്ന് എന്നും സുഗന്ധം വന്നുകൊണ്ടേയിരിക്കും. ആ ഗുരുസന്നിധിയിൽ നമുക്ക് ജ്ഞാനം ലഭിക്കും. സുഷുപ്തിയിൽ അറിയാതെ ആ പൂർണ്ണത്വത്തിൽ നമ്മൾ എത്തിച്ചേരും. അറിഞ്ഞ് ശരണാഗതി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. ശരണാഗതി ചെയ്ത് അറിയുന്നത് എന്താ? അതാണ് ജ്ഞാനം. ഈ അറിവുള്ളവന് പ്രകൃതി പോലും വഴി കാണിച്ചു കൊടുക്കുന്ന പറയുന്നത്. എങ്ങനെയാണോ ഇവിടെ ചില പ്രത്യേക കാലത്തില് നമുക്കറിയാം, ഈ മൈഗ്രേറ്റിംഗ് ബേർഡ്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? രാജ്യാന്തരങ്ങളിലൂടെ 16 മണിക്കൂർ പറന്ന് ഇവിടെ എത്തുന്നത്. അതുപോലെ നമ്മുടെ മനസ്സില് ഈ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അജ്ഞാനികള് ആ ഒരു ജ്ഞാനത്തേൻ തേടി പറന്ന് അടുത്തുകൊണ്ടേയിരിക്കും. ഇത് പ്രകൃതി നിയമമാണ്. അപ്പൊ സ്വരൂപ ജ്ഞാനം എന്ന് പറയുന്നത് എന്താ? നിത്യമായിരിക്കുന്ന ജ്ഞാനമാണ്. അറിഞ്ഞ് അത് അടങ്ങണം. അപ്പൊ അടങ്ങുന്നതിനെയാണ് നമ്മൾ യോഗം അല്ലെ? അപ്പൊ ആത്മീയ വഴി എന്നത് എന്താ? ജ്ഞാനയോഗം. അപ്പൊ അറിയാതെ അടങ്ങുന്നത് സുഷുപ്തി. അപ്പൊ ഇതിനെ അറിഞ്ഞ് ആ സ്വരൂപ ബോധം, കാരണം ആ ഒരു നിർവികൽപ്പ ജ്ഞാന സമാധി, അതില് ബുദ്ധി വെച്ച് അതിനെ നമ്മൾ മനസ്സ് വെച്ച് അത് ഞാനാണ്, അത് എന്താണ്, ആ ഒരു മയപ്പെട്ട് വരുമ്പോ നമുക്ക് ഉപാധി ദോഷങ്ങൾ എല്ലാം തന്നെ ഇല്ലാതായിട്ട് തീരും. നമ്മുടെ ലക്ഷ്യം അതാണ്. ഞാൻ ആര് എന്നുള്ള സത്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. അത് അറിഞ്ഞ് അതിനെ എന്താ പറയാ, അതായിത്തീരും. കാരണം എന്നാ മാത്രമേ നമുക്ക് നമ്മുടെ അസ്തിത്വം അതിൽ ഒടുങ്ങും. അതാണ് പൂർണ്ണമായിരിക്കുന്ന ശിവം എന്ന് പറയുന്നത്. സാധന പദ്ധതി വ്യത്യാസമായിരുന്നാലും രമണ മഹർഷിയും രാമകൃഷ്ണ പരമഹംസര് വിവേകാനന്ദ സ്വാമികൾ എല്ലാവരും തന്നെ ജ്ഞാനം ഇതാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? ബ്രഹ്മം എന്താണ്? ബ്രഹ്മം മരണമില്ലാത്തത് അല്ലെ? എന്താണ് അത്? നമുക്ക് നമ്മുടെ ഉള്ളില് അറിയണം നമ്മള്. അപ്പൊ ജ്ഞാനവും ഭക്തിയും രണ്ടല്ല. നമ്മൾ അൻപേ ശിവം എന്ന് പറയാൻ കാരണം എന്താ? പ്രിയം, നമ്മുടെ പ്രിയം സ്വരൂപമാണ്. അൻപെന്ന് പറഞ്ഞാൽ എന്താ? കരുണ, ദയ. അതാണ് ശിവം എന്ന് പറയുന്ന ആ മംഗളകരമായിരിക്കുന്ന വസ്തു. അത് വേറെ എവിടെയല്ല, അത് നമ്മുടെ ഉള്ളിലാണ്. ആ പ്രിയപ്പെട്ട സ്വരൂപം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈ നിലയാണ് ഈ നില, അതായത് ഈ ഒരു നിൽപ്പ്, ഈ ഒരു അറിവ്, ഈ മഹാശക്തി നമുക്ക് എല്ലാവർക്കും തരട്ടെ. എല്ലാവരും നമ്മൾ ആ വഴിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഇത് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.